So dear students, നമ്മൾ ബയോനോർഗാനിക് കെമിസ്ട്രിയുടെ നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതേവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബയോനോർഗാനിക് കെമിസ്ട്രിയെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഹീമോഗ്ലോബിൻ മയോഗ്ലോബിനെ കുറിച്ചുള്ള ഡിസ്കഷനിലായിരുന്നു. അതായത് മെയിൻ പ്രധാനപ്പെട്ട രണ്ട് അയൺ കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ആണ് ഹീമോഗ്ലോബിൻ ആയാലും മയോഗ്ലോബിൻ ആണെങ്കിലും. ഇതിന്റെ സ്ട്രക്ചറെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ഹീമോഗ്ലോബിന്റെയും മയോഗ്ലോബിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിന്റെ ഫംഗ്ഷൻസും നമ്മൾ പറഞ്ഞു. അതായത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു ഓക്സിജൻ കാരിയർ ആണ്. മയോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു ഓക്സിജൻ സ്റ്റോറേജ് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഹീമോഗ്ലോബിൻ ആണെങ്കിലും മയോഗ്ലോബിൻ ആണെങ്കിലും ഹീം കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ആണ് ഹീമോഗ്ലോബിനും മയോഗ്ലോബിൻ എന്ന് പറയുന്ന ഈ രണ്ട് പ്രോട്ടീൻസ് പറയുന്നു. അപ്പൊ ഇനി നമുക്ക് അതിന്റെ കൈനറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു. അതായത് എങ്ങനെയാണ് ഹീമോഗ്ലോബിനും മയോഗ്ലോബിൻ ഈ ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നത്, അതിന്റെ കൈനറ്റിക്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഈ കേസിൽ നമ്മൾ ഹീമോഗ്ലോബിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് മയോഗ്ലോബിൻ എന്താ ചെയ്യുന്നത്, മയോഗ്ലോബിൻ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞു, മയോഗ്ലോബിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ മയോഗ്ലോബിൻ എന്ന് പറയുന്നത് അതിൽ ഒരു പ്രോട്ടീൻ ചെയിനും ഒരു ഹീം യൂണിറ്റും ആണ് മയോഗ്ലോബിനിൽ ഉള്ളത്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അതിൽ 4 പ്രോട്ടീൻ യൂണിറ്റ്സ്, അത് 2 ആൽഫ യൂണിറ്റ്സ് 2 ബീറ്റ യൂണിറ്റ്സ് എന്ന് പറയുന്ന 4 പ്രോട്ടീൻ ചെയിൻസ് ഉണ്ട്. അതേപോലെ തന്നെ 4 ഹീമിന്റെ സബ് യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഏകദേശം 4 ഇരട്ടി മയോഗ്ലോബിന്റെ ഏകദേശം 4 ഇരട്ടിയാണ് ഹീമോഗ്ലോബിന്റെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞു. അതായത് ഏകദേശം 4 മയോഗ്ലോബിൻ യൂണിറ്റ്സ് അറ്റാച്ച് ചെയ്തത്, പക്ഷെ എക്സാക്ട്ലി മയോഗ്ലോബിൻ അല്ലാതെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഏകദേശം 4 മയോഗ്ലോബിൻ യൂണിറ്റ്സ് അറ്റാച്ച് ചെയ്യുന്ന പോലെയാണ് ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മയോഗ്ലോബിന്റെ ഓക്സിജൻ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മയോഗ്ലോബിൻ അറ്റ് എ ടൈം ഒരൊറ്റ ഡയോക്സിജനെ മാത്രമേ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാൻ ഓൺലി അറ്റാച്ച് 1 ഡയോക്സിജൻ അറ്റ് എ ടൈം. അപ്പോൾ ഈ ഡയോക്സിജൻ O2 വന്ന് അറ്റാച്ച് ചെയ്യുന്നത് അയണിന്റെ 6th കോർഡിനേഷൻ സൈറ്റിലാണ് അയൺ O2 വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അതായത് ഹീമോഗ്ലോബിന്റെ ആണെങ്കിലും മയോഗ്ലോബിന്റെ ആണെങ്കിലും ഓക്സിജന്റെ അയണിന്റെ കോർഡിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ 4 കോർഡിനേഷൻ സൈറ്റ് അയണിന്റെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ പോർഫയറിന്റെ 4 നൈട്രജൻ ആറ്റംസ് ആണ്. 5ാമത്തെ കോർഡിനേഷൻ സൈറ്റ് ഫുൾഫിൽ ചെയ്യുന്നത് ഹിസ്റ്റഡിയിലുള്ള നൈട്രജൻ ആറ്റം ആണ്. അതായത് പ്രോട്ടീൻ ചെയിനിൽ ഉള്ള ഹിസ്റ്റഡിന്റെ നൈട്രജൻ ആറ്റം ആണ് അയണിന്റെ 5ാമത്തെ കോർഡിനേഷൻ സൈറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി ഈ ഡിയോക്സി മയോഗ്ലോബിൻ ആണെങ്കിലും ഡിയോക്സി ഹീമോഗ്ലോബിൻ ആണെങ്കിലും 5ാമത്തെ കോർഡിനേഷൻ സൈറ്റ് ഫ്രീ ആണ്. ഈ 5ാമത്തെ ഫ്രീ ആയിട്ട് വേക്കന്റ് ആയിട്ടിരിക്കുന്ന 6ാമത്തെ കോർഡിനേഷൻ സൈറ്റിൽ വന്നാണ് O2 അതായത് ഡയോക്സിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇല്ലാത്ത കേസിൽ അയണിന്റെ 6ാമത്തെ കോർഡിനേഷൻ സൈറ്റ് വേക്കന്റ് ആയിരിക്കും. ഓക്സി ഹീമോഗ്ലോബിനിലും മയോഗ്ലോബിനിലും 6ാമത്തെ കോർഡിനേഷൻ സൈറ്റ് O2 വന്ന് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മയോഗ്ലോബിന്റെ ഞാൻ പറഞ്ഞ പോലെ അറ്റ് എ ടൈം ഒരു മയോഗ്ലോബിന് ഒരു ഡയോക്സിജന് മാത്രമേ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാരണം അതിൽ ഒരു അയൺ ആറ്റം ഉള്ളൂ. ആ അയൺ ആറ്റത്തിൽ വന്നാണ് O2 വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കൈനറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് മയോഗ്ലോബിൻ അല്ലെങ്കിൽ ഡിയോക്സി മയോഗ്ലോബിൻ അതിൽ O2 ഒന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇതൊരു ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ്. അപ്പോൾ അതെന്തായിട്ട് മാറും, ഓക്സി മയോഗ്ലോബിനായിട്ട് മാറും. അപ്പൊ ഈ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് MbO2 അതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഓക്സി മയോഗ്ലോബിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ഡിയോക്സി മയോഗ്ലോബിൻ ആൻഡ് O2. അപ്പൊ ഇനി if F is the fraction of myoglobin molecules bearing oxygen and P is the partial equilibrium pressure of oxygen, അതായത് F എന്ന് പറയുന്നത് MbO2ന്റെ കോൺസെൻട്രേഷൻ ആണ് വിചാരിക്കുക. if F is the fraction, അത് ഫ്രാക്ഷൻ ആണ്, അതായത് less than 1. ഓക്കെ, ഫ്രാക്ഷൻ ഓഫ് the myoglobin molecules bearing oxygen, അതായത് ഓക്സി മയോഗ്ലോബിന്റെ എമൗണ്ട് ആണ് പെർസെന്റേജ് പറയുന്ന ഒരു കണക്കാണ് ബൈ 100 fraction ആണ്. അപ്പോൾ F is the fraction of myoglobin molecules bearing oxygen and P is the partial equilibrium pressure of oxygen. P എന്ന് സ്മോൾ p എന്ന് പറയുന്നത് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ MbO2 പകരം നമുക്ക് F കോൺസെൻട്രേഷൻ ഓഫ് MbO2 you can write it as F. Concentration of Mb will be 1 minus F. അതായത് total MbO2 plus Mb. ഡിയോക്സി മയോഗ്ലോബിന്റെ ഓക്സി മയോഗ്ലോബിന്റെ ടോട്ടൽ 1 ആണെങ്കിൽ MbO2ന്റെ F ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ then ബാക്കി എന്തായിരിക്കും, 1 minus F എന്തായിരിക്കും, ഡിയോക്സി മയോഗ്ലോബിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും. അപ്പൊ ഇത് F, so this will be naturally 1 minus F.
into concentration of water that is taken as a partial pressure of oxygen against P. അപ്പോൾ അതിൽ നിന്ന് K is equal to F by 1 minus F by P. So F, the fraction of myoglobin molecules bearing oxygen, അതായത് oxymyoglobin concentration F എന്നാണെങ്കിൽ F is equal to Kp by 1 plus Kp. ഇവിടെ ക്യാപിറ്റൽ K എന്ന് പറയുന്നത് ബൈൻഡിങ് കോൺസ്റ്റന്റ് ഓഫ് മയോഗ്ലോബിൻ ഫോർ ഓക്സിജൻ. അതായത് ബൈൻഡിങ് കോൺസ്റ്റന്റ്, അത് ഒരു അഫിനിറ്റി കാണിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. എത്രത്തോളം മയോഗ്ലോബിന് ഓക്സിജനോട് അഫിനിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഇതാണ് K എന്ന് പറയുന്നത്. സോ K is called the binding constant of myoglobin for oxygen. ഇതാണ് മയോഗ്ലോബിൻ ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നതിന്റെ കൈനറ്റിക്സ്. ഇനി ഹീമോഗ്ലോബിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ, അപ്പൊ ഇത് ഈ ഇക്വേഷൻ എന്ന് ഓർത്തിരിക്കുക. F is equal to മയോഗ്ലോബിന്റെ കേസിൽ F is equal to Kp by 1 plus Kp ആണ്. ഇനി ഹീമോഗ്ലോബിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. കാരണം ഹീമോഗ്ലോബിനിൽ 4 ഹീം യൂണിറ്റ്സ് ഉണ്ട്, അതായത് 4 അയൺ ആറ്റം ഉണ്ട്. ഈ ഓരോ അയൺ ആറ്റത്തിന്റെയും 6ാമത്തെ കോർഡിനേഷൻ സൈറ്റ് വേക്കന്റ് ആണ്. അപ്പോൾ അറ്റ് എ ടൈം ഹീമോഗ്ലോബിന് മാക്സിമം 4 ഓക്സിജൻ വരെ ബൈൻഡ് ചെയ്യാൻ പറ്റും. സോ അറ്റ് എ ടൈം വൺ സിംഗിൾ ഹീമോഗ്ലോബിൻ യൂണിറ്റ് ക്യാൻ ബൈൻഡ് 4 ഡയോക്സിജൻ മോളിക്യൂൾസ്. അറ്റ് എ ടൈം വേണമെങ്കിൽ 1 ആവാം, വേണമെങ്കിൽ 2 ഡയോക്സിജനെ ബൈൻഡ് ചെയ്യാം, വേണമെങ്കിൽ 3 ഡയോക്സിജൻ ബൈൻഡ് ചെയ്യാം, മാക്സിമം 4 ഡയോക്സിജൻ വരെ ഹീമോഗ്ലോബിന് അറ്റാച്ച് ചെയ്യാൻ പറ്റും. സോ അതിന്റെ കൈനറ്റിക്സ് ഇത്രയും സിമ്പിൾ അല്ല, കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട് വരും. അപ്പോൾ അതിന്റെ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ മയോഗ്ലോബിൻ പകരം ഹീമോഗ്ലോബിൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇതാണ്. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഒരു ഡയോക്സിജനെ ബൈൻഡ് ചെയ്യുന്നു. അതിന്റെ ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ്. എന്തായിട്ട് മാറും? HbO2 ആയിട്ട് മാറും. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 എന്ന് വിചാരിക്കാം. പക്ഷെ ഇനിയും അപ്പൊ ഇത് ഒരു അയൺ ആറ്റം മാത്രമേ ഓക്സിജനെ ബൈൻഡ് ചെയ്തിട്ടുള്ളൂ. ഈ 3 അയൺ ആറ്റം ഫ്രീ ആണ്. 3 അയൺ ആറ്റത്തിന്റെ 6ാമത്തെ കോർഡിനേഷൻ സൈറ്റ് വേക്കന്റ് ആണ്. അപ്പോൾ വേണമെങ്കിൽ അടുത്ത അയണിലോട്ട് ഓക്സിജൻ ബൈൻഡ് ചെയ്യാം. അപ്പൊ ബൈൻഡ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഓൾറെഡി ഒരു ഓക്സിജൻ ബൈൻഡ് ചെയ്തു, അതിലോട്ടാണ് 2ാമത്തെ ഓക്സിജൻ വരുന്നത്. അപ്പൊ ഒരു HbO2 അടുത്ത O2 വരും. ആ റിയാക്ഷന്റെ കൈനറ്റിക് എക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2 ആണെന്ന് വിചാരിക്കും. അപ്പൊ അത് എന്തായിട്ട് മാറും? HbO2 ട്വൈസ്, അതായത് 2 ഡയോക്സിജനെ ബൈൻഡ് ചെയ്ത ഹീമോഗ്ലോബിൻ. ഇനി അതിലോട്ട് 3ാമത്തെ ഡയോക്സിജൻ വരുന്നു, അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K3. അപ്പോൾ ആ മോളിക്യൂൾ എന്തായിട്ട് വരും? 3ാമത്തെ ഓക്സിജൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ HbO2 ത്രൈസ് ആയിട്ടും മാറും. അവസാനം 4ാമത്തെ ഓക്സിജൻ ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ HbO2 ത്രൈസിലോട്ട് 4ാമത്തെ O2 വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K4. ഫൈനലി കൺവേർട്സ് ഇൻടു HbO2 4 ടൈംസ്. അപ്പൊ ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ K4 K3യേക്കാളും വലുതായിരിക്കും. ആൻഡ് K3 വിൽ ബി ഗ്രേറ്റർ ദാൻ K2, വിച്ച് ഇൻ ടേൺ വിൽ ബി ഗ്രേറ്റർ ദാൻ K1. ഇതാണ് ആ ഓർഡർ. അതായത് K1, K2, K3, K4ന്റെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ K4 ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ളത്, അതിനുശേഷം K3, പിന്നെ വാല്യൂ K2, ഏറ്റവും അവസാനം K1 എന്ന് പറയുന്നു. ഈ ഒരു മെക്കാനിസം നിങ്ങൾ കഴിഞ്ഞാൽ K4, അതായത് ഇത് കാണിക്കുന്നത് ഹീമോഗ്ലോബിൻ ഒരു ഓക്സിജനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ആക്ച്വലി ആക്സിലറേറ്റ്സ് ദ ബൈൻഡിങ് ഓഫ് ദ സെക്കൻഡ് ഓക്സിജൻ ആറ്റം. അതായത് ഈ ഒരു മോളിക്യൂൾ 2ാമത്തെ ഓക്സിജന്റെ ബൈൻഡിങ്ങിനെ അത് കാറ്റലൈസ് ചെയ്യും എന്ന് പറയാം. അപ്പൊ അത് ഒരു സെൽഫ് കാറ്റലിസ്റ്റ് ആയിട്ട് തന്നെ അത് ആക്ട് ചെയ്യുന്നു. 2ാമത്തെ ഓക്സിജൻ അത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ആക്സിലറേറ്റ്സ് ദ അറ്റാച്ച്മെന്റ് ഓഫ് ദ തേർഡ് ഓക്സിജൻ. 3ാമത്തെ ഓക്സിജൻ അറ്റാച്ച്മെന്റിനെ അത് ആ റേറ്റിനെ അത് സ്പീഡപ്പ് ചെയ്യും. ഫൈനലി ഇത് എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞാൽ 3ാമത്തെ ഓക്സിജൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ മോളിക്യൂൾ 4ാമത്തെ ഓക്സിജൻ അറ്റാച്ച് ചെയ്യുന്ന സ്റ്റെപ്പിനെ അത് ആക്സിലറേറ്റ് ചെയ്യും. അപ്പൊ ഇതൊരു കോപ്പറേറ്റ് ഇഫക്റ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ കൈനറ്റിക്സ് നമ്മൾ ഹീമോഗ്ലോബിൻ പോലെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കൈനറ്റിക്സ് എഴുതി കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ 4 മയോഗ്ലോബിൻ ലൈക്ക് സബ് യൂണിറ്റ്, മയോഗ്ലോബിനെ പോലത്തെ 4 സബ് യൂണിറ്റ് ഉണ്ട് ഹീമോഗ്ലോബിൻ. അപ്പൊ അതിന് കുറച്ചും കൂടി കോംപ്ലക്സ് ബിഹേവിയർ ആണ്. അപ്പൊ അതിന്റെ കൈനറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ എഴുതുന്നത് concentration of HbO2 4 times divided by concentration of deoxyhemoglobin, that is Hb, and concentration of O2 raised to n എന്ന് എഴുതാം. കാരണം n വരാൻ കാരണം ഇവിടെ 4 റിയാക്ഷൻസ് ഉണ്ട്. അങ്ങനെ O2 കണ്ടോ? O2 ഇതിൽ 4 സ്റ്റെപ്പിലും O2 ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു O2 ആണെങ്കിൽ n-ന്റെ വാല്യൂ 1 ആണ്, 2 O2 ആണെങ്കിൽ n-ന്റെ വാല്യൂ 2 ആയിരിക്കും, 3 O2 ആണെങ്കിൽ n-ന്റെ വാല്യൂ 3 ആയിരിക്കും, 4 O2 ആണെങ്കിൽ n-ന്റെ വാല്യൂ 4 ആയിരിക്കും. അപ്പൊ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം 4 വരെ ആവാം, മിനിമം 1, മാക്സിമം 4. അപ്പൊ 1-ന്റെ 4-ന്റെ ഇടയ്ക്കായിരിക്കും ഈ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് എത്ര ഓക്സിജൻ അത് ബൈൻഡ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് n-ന്റെ വാല്യൂ തീരുമാനിക്കുന്നത്. അപ്പോൾ
ആ n അവിടെ എഴുതുക. അപ്പൊ ഇതായിരിക്കും ആ ഹീമോഗ്ലോബിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. K is equal to total equilibrium constant will be concentration of HbO2 4 times. ആ റിയാക്ഷൻ ആസ് എ വോൾ എടുക്കുമ്പോൾ ഇത് മറ്റേത് K1 K2 K3 K4 എന്ന് ഞാൻ എഴുതിയത് ഓരോ സ്റ്റെപ്പിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. മൊത്തമായിട്ടുള്ള റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതണമെങ്കിൽ ജസ്റ്റ് ഇതിനൊറ്റ സിംഗിൾ റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ HbO2 4 times divided by concentration of O2 raised to n ആയിട്ട് വരും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ if F is the fraction of hemoglobin molecules bearing oxygen, F ടോട്ടൽ എത്ര ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ഓക്സിജനെ ബൈൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു ഫ്രാക്ഷൻ ആണ് എഫ് എന്നുള്ളത്. അപ്പൊ ഇത് എഫ് എന്ന് എഴുതാം, ഇത് 1 - F എന്ന് എഴുതാം. പാർഷ്യൽ O2ന്റെ പി എന്ന രീതിയിൽ നമുക്ക് പാർഷ്യൽ പ്രഷർ ഓക്സിജൻ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഫ്രം ദിസ് വി ക്യാൻ മറ്റേ എഴുതിയ പോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ എഫ് എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു, ഇവിടെ എഫ് എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ബെയറിംഗ് ഓക്സിജൻ. മറ്റേല് മയോഗ്ലോബിന്റെ കേസിൽ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് മയോഗ്ലോബിൻ മോളിക്യൂൾസ് ബെയറിംഗ് ഓക്സിജൻ. ഇവിടെ ഫ്രാക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ബെയറിംഗ് ഓക്സിജൻ ആയിട്ട് വരും. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു Kp⁻n ഡിവൈഡഡ് ബൈ 1 + Kp⁻n. കണ്ടോ, അതാണ് എഫ് ഹീമോഗ്ലോബിന്റെ കേസിൽ. മറ്റേ കേസ് കണ്ടോ, എഫ് ഈസ് ഈക്വൽ ടു Kp/1 + Kp. ആ n എന്ന് റേസ് ടു n എന്ന് പറയുന്ന ടേം ഇവിടെ ഇല്ല. ഇവിടെ ഒരു n പിയുടെ മുകളിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷറിന്റെ മുകളിൽ ഒരു പവർ ഉണ്ട്, അത് n എന്ന് വിളിക്കുന്നു. ദ എക്സ്പോണന്റ് n ഈസ് കോൾഡ് ദ ഹിൽ കോൺസ്റ്റന്റ്. ഇവിടെ n എന്ന് പറയുന്നത് ഹിൽ കോൺസ്റ്റന്റ് ആണ്. മറ്റേത് മയോഗ്ലോബിന്റെ എന്നിന്റെ വാല്യൂ ഇല്ല, n ഇല്ല, അവിടെ n 1 ആണ്. പക്ഷെ ഇവിടെ n എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, എക്സ്പോണന്റ് ഉണ്ട്. അതിന് ഇവിടെ വിളിക്കുന്ന പേര് ഹിൽ കോൺസ്റ്റന്റ് എന്നാണ്. And generally the value of n ranges from 1 to 4. 1 മുതൽ 4 വരെയാണ് n-ന്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത്. മിനിമം വാല്യൂ 1 ആയിരിക്കും, മാക്സിമം വാല്യൂ 4 ആയിരിക്കും. അപ്പൊ ഇതിനെയാണ് n-ന്റെ വാല്യൂ ഹിൽ കോൺസ്റ്റന്റ് എന്ന്. n ഹിൽ കോൺസ്റ്റന്റ് ആണ്, റേഞ്ചസ് ഫ്രം 1 to 4. ഇനി മറ്റൊരു കാര്യം, the value of n depends on the pH of the biological system. ആ ബയോളജിക്കൽ സിസ്റ്റത്തിന്റെ pH-നെ ഡിപ്പെൻഡ് ചെയ്യും. n-ന്റെ വാല്യൂ ഞാൻ പറഞ്ഞു 1 മുതൽ 4 വരെയാണ് റേഞ്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ആ വാല്യൂ എന്ന് പറയുന്നത് pH-നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് pH മാറുമ്പോൾ n-ന്റെ വാല്യൂ മാറും. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ദ വാല്യൂ ഓഫ് n, അതായത് ദ വാല്യൂ ഓഫ് ദ ഹിൽ കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ pH ഓഫ് ദി ബയോളജിക്കൽ സിസ്റ്റം. ആ ബയോളജിക്കൽ സിസ്റ്റത്തിന്റെ pH-നെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നോക്കാം. അപ്പോൾ ദ വാല്യൂ ഓഫ് n ഈസ് ഫൗണ്ട് ടു ബി about 2.8 in the pH range of physiological importance in muscle tissues. Okay. അപ്പോൾ മസിൽ ടിഷ്യൂസിൽ ഈ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.8 ആണ്. മസിൽ ടിഷ്യൂ നമ്മുടെ ബ്ലഡിലൊക്കെ, നമ്മുടെ ബ്ലഡിന്റെ pH എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്, അതായത് ഏകദേശം 7.4 വരും. മസിൽ ടിഷ്യൂസിൽ pH കുറച്ച് കുറവാണ്, അതായത് അസിഡിക് ആണ് കുറച്ച് മസിൽ ടിഷ്യൂ. കാരണം കൂടുതൽ മെറ്റബോളിസം നടക്കുന്നതുകൊണ്ട് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കൊടുക്കും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ അത് കാർബോണിക് ആസിഡ് ആയിട്ട് മാറും. അതായത് കുറച്ച് അസിഡിക് ആണ് ഈ വർക്ക്ഡ് അപ്പ് ടിഷ്യൂസ്. ക്ഷീണിച്ച ഫാറ്റിക് ടിഷ്യൂസ് ഒക്കെ കുറച്ച് pH കുറവാണ് അതില്ല. ബ്ലഡിന്റെ ഒക്കെ pH നോർമൽ 7.4 ആണ്. പക്ഷെ ടയേർഡ് ഫാറ്റിക് ടിഷ്യൂസിലൊക്കെ, ടയേർഡ് ടിഷ്യൂസിലൊക്കെ, വർക്ക്ഡ് അപ്പ് മസിൽ ടിഷ്യൂസിലൊക്കെ pH കുറച്ച് കുറവാണ്. ഡ്യൂ ടു ദ ഓവർ പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. മെറ്റബോളിക് റേറ്റ് കൂടുതലായതുകൊണ്ട് it actually makes acidic, slightly acidic. അതുകൊണ്ട് pH കുറച്ച് കുറവാണ്. അപ്പൊ ഈ മസിൽ ടിഷ്യൂസിലൊക്കെ നമ്മുടെ pH എന്ന് പറയുമ്പോൾ ആ pH-ല് അതിന്റെ ഞാൻ പറഞ്ഞ സ്ലൈറ്റ്ലി അസിഡിക് ആണ്. അപ്പൊ ആ അസിഡിക് pH-ല് ഈ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2.8 ആണ്. അത് 4 അല്ല, ഇറ്റ് ഈസ് around 2.8. The value of n ranging between 1 and 4 means that the attachment of oxygen to one heme group of hemoglobin progressively increases its tendency to bind with the subsequent heme groups of hemoglobin. അതായത് ഈ n-ന്റെ വാല്യൂ 1 മുതൽ 4 വരെ എന്ന് റേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു ഹീമോഗ്ലോബിൻ ഒരു ഡയോക്സിജനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത രണ്ടാമത്തെ ഒരു ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള അതിന്റെ അഫിനിറ്റി കൂടും. അത് ഓക്സിജനോടുള്ള അതിന്റെ അഫിനിറ്റി കൂടും. ഇനി രണ്ടാമതൊരു ഓക്സിജൻ അത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓക്സിജനോടുള്ള അല്ലെങ്കിൽ മൂന്നാമത്തെ ഓക്സിജൻ ബൈൻഡ് ചെയ്യാനുള്ള അതിന്റെ അഫിനിറ്റി വീണ്ടും ഒന്നും കൂടി കൂടും.
ഇനി 3 ഓക്സിജൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നാലാമത്തെ ഓക്സിജൻ ബൈൻഡ് ചെയ്യാനുള്ള അതിന്റെ അഫിനിറ്റി ഒന്നും വീണ്ടും കൂടും. അപ്പൊ ഈ ഒരു മെക്കാനിസം ഇതിനെയാണ് കോപ്പറേറ്റ് ഇഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ആദ്യം ഓക്സിജൻ ഒന്നും ബൈൻഡ് ചെയ്തില്ലെങ്കിൽ ഓക്സിജൻ ബൈൻഡ് ചെയ്യാനുള്ള അഫിനിറ്റി ഉണ്ട്, പക്ഷെ കുറവാണ്. അപ്പൊ ആദ്യം ഒരു ഓക്സിജൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓക്സിജൻ ആഡ് ചെയ്യാനുള്ള അതിന്റെ ടെൻഡൻസി കൂടും. 2 ഓക്സിജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ ഓക്സിജൻ ആഡ് ചെയ്യാനുള്ള ടെൻഡൻസി വീണ്ടും ഒന്നുകൂടി കൂടും. 3 അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ ഓക്സിജൻ അറ്റാച്ച് ചെയ്യാനുള്ള അഫിനിറ്റി മറ്റേതിനേക്കാളും തൊട്ട് മുമ്പത്തെ മോളിക്യൂളിനേക്കാളും കൂടും. പിന്നെ 4 ആയി കഴിഞ്ഞാൽ അത് സാച്ചുറേറ്റ് ആയി. അപ്പൊ ഈ ഫിനോമിനെയാണ് കോപ്പറേറ്റ് എഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദ ഫിനോമിന വേർ ദ അഡീഷൻ ഓഫ് ഓക്സിജൻ ടു 1 ഹീം ഗ്രൂപ്പ്, അതായത് 4 ഹീം ഗ്രൂപ്പ് ഉണ്ടല്ലോ ഹീമോഗ്ലോബിനിൽ. അപ്പോൾ ഒരു ഓക്സിജൻ ഒരു ഹീം ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ അഡീഷൻ ഓഫ് ഓക്സിജൻ ടു അതർ ഹീം ഗ്രൂപ്പ്സ്. അതായത് പിന്നത്തെ അതർ ഹീം ഗ്രൂപ്പ്സ്, അതായത് പിന്നെ അതർ ഹീം ഗ്രൂപ്പ്സിലോട്ട് ഓക്സിജൻ ബൈൻഡ് ചെയ്യാനുള്ള ഇതിനെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യും, റിയാക്ഷനെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യും. അത് ഒരു സെൽഫ് കാറ്റലിസ്റ്റ് ആയിട്ട് അത് ചെയ്യും. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് കോപ്പറേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് 4 for n would represent maximum cooperative effect. n-ന്റെ വാല്യൂ 4 ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാക്സിമം കോപ്പറേറ്റീവ് ഇഫക്റ്റ് ആണ്. n-ന്റെ വാല്യൂ 1 ആണെങ്കിൽ മിനിമം കോപ്പറേറ്റീവ് ഇഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഫിനോമിനെയാണ് കോപ്പറേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് ഹീമോഗ്ലോബിൻ. കോപ്പറേറ്റ് ഇഫക്റ്റ് ഹീമോഗ്ലോബിന്റെ ഒരു കേസാണ്. മയോഗ്ലോബിൻ അതില്ല, കാരണം അവിടെ n ഇല്ലല്ലോ, ഹിൽ കോൺസ്റ്റന്റ് ഇല്ല. അപ്പൊ ഈ കോപ്പറേറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഹീമോഗ്ലോബിൻ ഒരു ഓക്സിജനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള അതിന്റെ ടെൻഡൻസി കൂടും. പിന്നെ 3ാമത്തെ ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി വീണ്ടും ഒന്നുകൂടി കൂടും. 4ാമത്തെ ഓക്സിജൻ അതിനുശേഷം 4ാമത്തെ ഓക്സിജൻ ബൈൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി വീണ്ടും മറ്റേതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ ഈ ഫിനോമിനെയാണ് ഈ ഒരു ഡയോക്സിജൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഡയോക്സിജൻ അറ്റാച്ച് ചെയ്യാനുള്ള അതിന്റെ ടെൻഡൻസി കൂടുക, അതായത് ഫെസിലിറ്റേറ്റ് ചെയ്യും. പ്രീവിയസ് മോളിക്യൂൾ അടുത്ത ഓക്സിജൻ അറ്റാച്ച് ചെയ്യാനുള്ള അതിന്റെ ടെൻഡൻസിയെ കൂട്ടുന്നു. അപ്പൊ അത് ഇതിനെയാണ് കോപ്പറേറ്റ് എഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഹീമോഗ്ലോബിനിൽ n എന്ന് പറയുന്ന ഹിൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആ വാല്യൂ pH ഡിപ്പെൻഡന്റ് ആണെന്ന് പറഞ്ഞു. ഈ pH ഡിപ്പെൻഡൻസിയെ വിളിക്കുന്ന പേര് ബോർ ഇഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കും, BOHR. അതായത് ദ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ ബൈ ഹീമോഗ്ലോബിൻ ഡിപ്പെൻഡ്സ് ഓൺ ദി pH. അതാ pH ഡിപ്പെൻഡന്റ് ആണ്. ഹീമോഗ്ലോബിൻ ഓക്സിജൻ ബൈൻഡ് ചെയ്യാനുള്ള ടെൻഡൻസിയെ എന്ന് പറയുന്ന pH ഡിപ്പെൻഡന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആ ഡിപ്പെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് ബോർ ഇഫക്റ്റ്. ദാറ്റ് ഇസ് ദ pH ഡിപ്പെൻഡൻസി ഓഫ് ഹീമോഗ്ലോബിൻ ബൈൻഡിങ് ഓക്സിജൻ ഇസ് കോൾഡ് ദ ബോർ ഇഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഗ്രാഫ് വരച്ചാണ് pH അനുസരിച്ച് ഹീമോഗ്ലോബിന്റെ ഓക്സിജനോടുള്ള എഫിനിറ്റി എങ്ങനെ മാറുന്നു എന്ന് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, മയോഗ്ലോബിൻ അങ്ങനത്തെ ഒരു കേസില്ല. മയോഗ്ലോബിന്റെ അഫിനിറ്റി, ഓക്സിജനോടുള്ള അഫിനിറ്റി ഇസ് കോൺസ്റ്റന്റ് അറ്റ് ഓൾ pH ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ മയോഗ്ലോബിന്റെ കേസ് ഓക്സിജനോട് ബൈൻഡ് ചെയ്യാനുള്ള നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി പാർഷ്യൽ പ്രഷർ. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷറിന് മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ മയോഗ്ലോബിന് ഓക്സിജൻ ബൈൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഹീമോഗ്ലോബിൻ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർഷ്യൽ ഇത് ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഓൺ ദി എക്സ് ആക്സിസ് യു ഡ്രോ ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് y axis യു ഷോ ദ പെർസെന്റേജ് സാച്ചുറേഷൻ. അതായത് എഫ് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, ഫ്രാക്ഷൻ ഓഫ് ദിസ് വൺ എഫ്. ഹീമോഗ്ലോബിൻ മയോഗ്ലോബിനിൽ അത് എഫ്, ഇത് പി പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അത് ഇത് എക്സ് ആക്സിലും ഈ എഫ് വൈ ആക്സിലുമായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മയോഗ്ലോബിന്റെ കേസിൽ ഇതാണ്. അതായത് പാർഷ്യൽ പ്രഷർ കൂടുമ്പോൾ മയോഗ്ലോബിന്റെ സാച്ചുറേഷൻ കൂടുതൽ ഓക്സിജൻ മയോഗ്ലോബിനോട്ട് ബൈൻഡ് ചെയ്യുന്നു. സോ യു ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇതേപോലത്തെ ഒരു കർവാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഹീമോഗ്ലോബിനിലും ഇത് തന്നെയാണ് കേസ്, പക്ഷെ ഹീമോഗ്ലോബിൻ pH ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ pH അനുസരിച്ച് ഇത് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. 7.6 അത് 7.6 എന്ന് പറയുമ്പോൾ ബ്ലഡിന്റെ pH, നോർമൽ pH, ബോഡിയുടെ ഒക്കെ നോർമൽ pHല് ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് ഇങ്ങനെയാണ്. ഇനി ഈ കർവ് കാണിക്കുന്നത് 6.8, അതായത് ലോവർ pH, സ്ലൈറ്റ്ലി അസിഡിക്. ഈ 6.8 എന്ന് പറയുന്നത് മസിൽ ടിഷ്യൂസ് ഉള്ള pH ആണ്. ഞാൻ പറഞ്ഞു മസിൽ ടിഷ്യൂ സ്ലൈറ്റ്ലി അസിഡിക് ആണോ, പാർട്ട് ഓഫ് മസിൽ ടിഷ്യൂ. അതായത് pH ഏകദേശം 6.8 ആണ്. അസിഡിക്, സ്ലൈറ്റ്ലി അസിഡിക് ഇതിലോട്ടാണ് അത് നിൽക്കുന്നത്. ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ട്രാൻസ്ഫർ ഈ ക്യാരി അഫിനിറ്റി ഇതാണ് ഓക്സിജൻ പെർസെന്റേജ് സാച്ചുറേഷൻ.
ഏകദേശം ഇത്രയായിട്ട് വരും. അപ്പൊ നമ്മൾ ആദ്യം ഇത് അവിടെ ഇരിക്കട്ടെ. മയോഗ്ലോബിന്റെ കേസ് എടുക്കാം. മയോഗ്ലോബിന്റെ ഇതാണ്. അപ്പൊ ഇവിടെ രണ്ട് ലൈൻസ് ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് ഇവിടെ കാണുന്നുണ്ട്, y ആക്സിന് പാരലലായിട്ട്. ഇതെന്ന് പറയുന്നത് ഈ 40 എന്ന് ഈ പോയിന്റ് ഒരെണ്ണം 40 പാർഷ്യൽ പ്രഷർ ഓക്സിജൻ 40 millimeters of mercury, മറ്റേത് ഏകദേശം 100 millimeters of mercury. 40 എന്ന് പറയുന്നത് ദിസ് ഈസ് ആക്ച്വലി ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ പ്രിവെയിലിംഗ് ഇൻ ദ മസിൽസ്. മസിൽസിലുള്ള ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ആണ് 40 എന്ന് പറയുന്നത്. ഇവിടെ 100 എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ പ്രിവെയിലിംഗ് ഇൻ ദ ലങ്സ്. ലങ്സിലുള്ള ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ആണ് 100 എന്ന് പറയുന്നത്, 100 millimeters of mercury. ലങ്സിൽ ഒബിയസ്ലി പാർഷ്യൽ പ്രഷർ കൂടുതലായിരിക്കും, മസിൽസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവാണ്. അപ്പോൾ മസിൽസിലെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ഏകദേശം 14, ലങ്സിലെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഏകദേശം 100 ആണ്. ഇനി അപ്പൊ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഏകദേശം പാർഷ്യൽ പ്രഷർ 100-ലാണെങ്കിൽ മയോഗ്ലോബിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ആണെങ്കിലും അതിന്റെ കണ്ടോ ഏകദേശം രണ്ടും 100 ആണ്. അപ്പൊ പാർഷ്യൽ പ്രഷർ 100 ആണെങ്കിൽ മയോഗ്ലോബിന്റെയും ഹീമോഗ്ലോബിന്റെയും ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി ഓൾമോസ്റ്റ് സെയിം ആണ്, രണ്ടും ഓൾമോസ്റ്റ് സാച്ചുറേറ്റഡ് ആണ്. അപ്പൊ ലങ്സിൽ ഉള്ള പാർഷ്യൽ പ്രഷറിൽ, അതായത് 100 എന്ന് പറയുന്ന ആ പാർഷ്യൽ പ്രഷറിൽ ബോത്ത് മയോഗ്ലോബിൻ ആസ് വെൽ ആസ് ഹീമോഗ്ലോബിൻ വിൽ ബി സാച്ചുറേറ്റഡ് വിത്ത് ഡയോക്സിജൻ. രണ്ടിലും ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി ഏകദേശം 100 ആണ് ഇൻ ദ പാർഷ്യൽ പ്രഷർ പ്രിവെയിലിംഗ് ഇൻ ദ ലങ്സ്. അപ്പൊ ലങ്സിൽ മയോഗ്ലോബിനും ഹീമോഗ്ലോബിനും ബോത്ത് സാച്ചുറേറ്റഡ് വിത്ത് ഓക്സിജൻ. ഇനി പക്ഷേ മസിൽസിലുള്ള പാർഷ്യൽ പ്രഷർ 100 അല്ല, അത് വളരെ കുറവാണ്, അത് 40 ആണ്. അപ്പൊ മസിൽസിലുള്ള പാർഷ്യൽ ആ 40 എന്ന് പറയുന്ന പാർഷ്യൽ പ്രഷർ നോക്കുക, മയോഗ്ലോബിൻ അപ്പോഴും ഏകദേശം സാച്ചുറേറ്റഡ് ആണ്, ഏകദേശം കണ്ടോ ഇത് സംവെയർ ഇൻ ബിറ്റ്വീൻ 80 to 100 കണ്ടോ, വളരെ. അപ്പോൾ മസിൽസിലുള്ള പാർഷ്യൽ പ്രഷർ 40 എന്ന് പറയുന്ന പാർഷ്യൽ പ്രഷറിലും മയോഗ്ലോബിൻ ഏകദേശം ഓൾമോസ്റ്റ് സാച്ചുറേറ്റഡ് വിത്ത് ഓക്സിജൻ. ലങ്സിൽ അത്രത്തോളം സാച്ചുറേറ്റ് അല്ലെങ്കിലും മയോഗ്ലോബിൻ ഏകദേശം സാച്ചുറേറ്റഡ് തന്നെയാണ്, ഓൾമോസ്റ്റ് 90-95% സാച്ചുറേറ്റഡ് ആണ് വിത്ത് ഓക്സിജൻ. പക്ഷെ 40 എന്ന് പറയുന്ന ആ പാർഷ്യൽ പ്രഷറിൽ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി കുറവാണ്. അപ്പോൾ മയോഗ്ലോബിനെക്കാളും ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി കുറവാണ് ഹീമോഗ്ലോബിൻ അറ്റ് ദി പാർഷ്യൽ പ്രഷർ പ്രിവെയിലിംഗ് ഇൻ ദ മസിൽസ്. അപ്പൊ മസിൽസിൽ ഓക്സിജൻ ബൈൻഡിങ് മസിൽസിലുള്ള പാർഷ്യൽ പ്രഷർ 40 ആണ്. ആ 40 എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പാർഷ്യൽ പ്രഷറിൽ മയോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി അപ്പോഴും കൂടുതൽ തന്നെയാണ്, പക്ഷെ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി കുറയും. അപ്പൊ അതുകൊണ്ട് ദിസ് ആക്ച്വലി ഇൻക്രീസസ് the tendency of hemoglobin to transfer its dioxygen to myoglobin. അപ്പോൾ ആ പർട്ടിക്കുലർ പാർഷ്യൽ പ്രഷറിൽ എന്താ സംഭവിക്കുന്നത്, ലങ്സിൽ നിന്ന് ഹീമോഗ്ലോബിൻ ഓക്സിജൻ ബൈൻഡ് ചെയ്യും, ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ബൈൻഡ് ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആവും ഡയോക്സിജൻ. പക്ഷേ ഇത് വൺസ് ഇത് ലങ്സിൽ നിന്ന് ഹീമോഗ്ലോബിൻ മസിൽസിലോട്ട് പോയി കഴിഞ്ഞാൽ മസിൽസിൽ ഉള്ള പാർഷ്യൽ പ്രഷർ വളരെ കുറവാണ്, 40 ഉള്ളൂ. 100 ലങ്സിൽ 100 ഉണ്ടെങ്കിൽ മസിൽസിലുള്ള പാർഷ്യൽ പ്രഷർ 40 ആണ്. അപ്പൊ ആ ചെറിയ പാർഷ്യൽ പ്രഷറിൽ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി കുറയും, പക്ഷെ അപ്പോഴും മയോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഹീമോഗ്ലോബിൻ ഓക്സിജനെ എടുത്തിട്ട് മസിൽസിലോട്ട് പോയി കഴിഞ്ഞാൽ മസിൽസിൽ എത്തിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി കുറവാണ്, കാരണം മസിൽസിലുള്ള പാർഷ്യൽ പ്രഷർ കുറവാണ്. ആ ലോവർ പാർഷ്യൽ പ്രഷറിൽ എന്ത് ചെയ്യും, ഹീമോഗ്ലോബിൻ അതിന്റെ ഓക്സിജൻ മയോഗ്ലോബിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ കാരണം അപ്പോഴും ആ ചെറിയ പാർഷ്യൽ പ്രഷറിലും മയോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി അപ്പോഴും കൂടുതൽ തന്നെയാണ്. ഹീമോഗ്ലോബിന്റെ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ മയോഗ്ലോബിന്റെ വലിയ കുറവ് സംഭവിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും, ഹീമോഗ്ലോബിനെക്കാളും ബെറ്റർ ഓക്സിജൻ ബൈൻഡർ മയോഗ്ലോബിനാണ്. ഏതില്, ആ 40 മസിൽസിലുള്ള പാർഷ്യൽ പ്രഷർ, മസിൽസിലുള്ള പർട്ടിക്കുലർ പാർഷ്യൽ പ്രഷറിൽ ആ പ്രഷറിൽ മയോഗ്ലോബിൻ അപ്പോഴും ഈസ് എ ബെറ്റർ ഓക്സിജൻ ബൈൻഡർ ദാൻ ഹീമോഗ്ലോബിൻ. അപ്പൊ എന്ത് ചെയ്യും, ഹീമോഗ്ലോബിൻ അതിന്റെ ഓക്സിജൻ മയോഗ്ലോബിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞു അതൊരു കാര്യം, ഞാൻ പറഞ്ഞു ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി pH ഡിപ്പെൻഡന്റും ആണ്. അപ്പോൾ
ഈ വർക്ക്ഡ് അപ്പ് ടിഷ്യൂസിൽ മസിൽസിലുള്ള ടിഷ്യൂ എന്ന് പറയാൻ അതിന്റെ pH എന്ന് പറയുന്നത് ഏകദേശം 6.8 ആണ്. അപ്പോൾ pH ഡിപ്പെൻഡൻസി നമ്മൾ നോക്കിയിട്ടില്ല, നമ്മളിവിടെ പാർഷ്യൽ പ്രഷർ മാത്രം നോക്കിയിട്ടുള്ളൂ. മസിൽസിലുള്ള pH, അപ്പൊ ലങ്സിലൊക്കെയുള്ള pH എന്ന് പറയുന്നത് 7.6 ആണ്. പക്ഷെ മസിൽസിലെത്തുമ്പോൾ pH 6.8, pH കുറയുന്നുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ആ മൂന്നാമത്തെ കർവ് ആക്ച്വലി ഇൻഡിക്കേറ്റ്സ് ദ pH ഡിപ്പെൻഡൻസി. അപ്പൊ ഇത് 6.8 ഞാൻ ഇത് കാണിച്ചേക്കണേ ഹീമോഗ്ലോബിന്റെ 7.6 ഇത് 6.8 അപ്പൊ pH കുറഞ്ഞപ്പോ കണ്ടോ, pH കുറഞ്ഞപ്പോ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് എഫിനിറ്റി വീണ്ടും കുറയാണ് ചെയ്തത്. അപ്പൊ ഈ pH കുറഞ്ഞപ്പോ ആക്ച്വലി ഓക്സിജൻ ബൈൻഡിങ് എഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഫർദർ ഡിക്രീസസ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, അപ്പൊ ആ പർട്ടിക്കുലർ pH മസിൽസിലുള്ള 6.8 എന്ന് പറയുന്ന pH ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ഡിപ്പെൻഡൻസി വളരെ കുറഞ്ഞു. പക്ഷെ മയോഗ്ലോബിൻ അങ്ങനെയില്ല, മയോഗ്ലോബിൻ pH ഡിപ്പെൻഡൻസി ഇല്ല. മയോഗ്ലോബിൻ ഏത് pHലും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടാണ്, സെയിം ബൈൻഡിങ് അഫിനിറ്റി ആണ് ഓക്സിജനോട് ഉള്ളത്. പക്ഷെ ഹീമോഗ്ലോബിൻ അങ്ങനെയല്ല. ദ ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ actually depends on the pH. This effect on oxygen binding affinity of hemoglobin on pH is called Bohr effect. ആ ഇഫക്റ്റിനെയാണ് നമ്മൾ ബോർ ഇഫക്റ്റ്, pH ഡിപ്പെൻഡൻസി ആണ് നമ്മൾ ബോർ ഇഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ അത് നോക്കി അതും കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടിഷ്യൂസിലുള്ള മസിൽ ടിഷ്യൂസിലുള്ള pH അസിഡിക് ആയതുകൊണ്ട് ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി ഒന്നും കൂടി കുറയും. പ്രഷർ അനുസരിച്ച് അതിന്റെ കുറയുന്നുണ്ട്, പക്ഷെ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. പക്ഷെ 6.8 ആണ് മസിൽസിലുള്ള pH. അപ്പൊ നോർമൽ ഫിസിയോളജിക്കൽ pHനെക്കാളും കുറവാണ് മസിൽസിലുള്ള pH. അപ്പൊ ആ പർട്ടിക്കുലർ pHൽ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് എഫിനിറ്റി ഒന്നും കൂടി കുറയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കുറയുമ്പോൾ സംഭവിച്ച് അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ അതിന്റെ ഓക്സിജൻ മയോഗ്ലോബിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ടെൻഡൻസി ഒന്നും കൂടി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പാർഷ്യൽ പ്രഷറിന്റെ കുറവ് സംഭവിക്കുന്ന ആ ഇഫക്റ്റ് മാത്രമല്ല, pHന്റെ ഇഫക്റ്റും കൂടി അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ലങ്സിലുള്ള പാർഷ്യൽ പ്രഷറിനെക്കാളും മസിൽസിലുള്ള പാർഷ്യൽ പ്രഷർ കുറവാണ്. ആ കുറവാണ് ഒരു കാരണം. ഹീമോഗ്ലോബിൻ അതിന്റെ ഓക്സിജൻ മയോഗ്ലോബിനിലോട്ട് കുറക്കാനുള്ള ഒരു കാരണം. പാർഷ്യൽ പ്രഷർ കുറയുമ്പോൾ ഹീമോഗ്ലോബിന്റെ ബൈൻഡിങ് അഫിനിറ്റി കുറയുന്നുണ്ട്. അപ്പൊ അത് കാരണം ഹീമോഗ്ലോബിൻ അതിന്റെ ട്രാൻസ്ഫർ ഓക്സിജൻ മയോഗ്ലോബിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ അത് മാത്രമല്ല, മസിൽസിന്റെ pH എന്ന് പറയുന്നത് അസിഡിക് ആണ്. അസിഡിക് pH കുറയും തോറും ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പർട്ടിക്കുലർ pHൽ ഹീമോഗ്ലോബിൻ ഡെഫിനിറ്റി വളരെ കുറയും. ഓക്സിജൻ ബൈൻഡ് ചെയ്യാനുള്ള അഫിനിറ്റി further decreases, and as a result the tendency of hemoglobin to transfer its dioxygen to hemoglobin further increases, to myoglobin further. അപ്പോൾ ഹീമോഗ്ലോബിൻ മയോഗ്ലോബിനിലോട്ട് ഓക്സിജൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ടെൻഡൻസി ഒന്നും കൂടി കൂടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. ഇത് മയോഗ്ലോബിൻ ഫസ്റ്റ് ലൈൻ ആക്ച്വലി ഷോസ് ദ ടെൻഡൻസി ഓഫ് മയോഗ്ലോബിൻ ടു ബൈൻഡ് ഓക്സിജൻ. The second line actually shows the tendency of hemoglobin to bind oxygen at physiological pH, that is around 7.6. And the third curve actually shows the tendency of hemoglobin to bind oxygen at a lower pH, that is a pH prevailing in the muscles, that is about 6.8. അതാണ് ഈ ഗ്രാഫ് കാണിച്ചത്. ഇത് മയോഗ്ലോബിന്റെ, ഇത് രണ്ടെണ്ണം ഹീമോഗ്ലോബിന്റെ, രണ്ട് ഡിഫറെന്റ് pH ഉള്ള ഇത്. അപ്പൊ at the partial pressure of oxygen prevailing in the lungs, ലങ്സിലുള്ള ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ, അതായത് ഏകദേശം 100 millimeters of mercury, both hemoglobin and myoglobin are completely saturated with oxygen. ലങ്സിലുള്ള പാർഷ്യൽ പ്രഷറിൽ ഹീമോഗ്ലോബിൻ ആയാലും മയോഗ്ലോബിൻ ആണെങ്കിലും രണ്ടും ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ്, അതായത് രണ്ടിനും ഓക്സിജൻ ബൈൻഡ് ടെൻഡൻസി ഏകദേശം സെയിം ആണ്. രണ്ടും ഓൾമോസ്റ്റ് 100% സാച്ചുറേറ്റഡ് ആണ്. However, at the lower partial pressure of oxygen prevailing in the muscles, മസിൽസിലുള്ള ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറവാണ്. ദാറ്റ് ഈസ് അറൌണ്ട് 40 millimeters, അതായത് ലങ്സിലെക്കാട്ടും പകുതിയിലും കുറവാണ്, 40 millimeters മെർക്കുറി. ഹീമോഗ്ലോബിൻ ഈസ് എ മച്ച് പൂവറർ ഓക്സിജൻ ബൈൻഡർ കമ്പയർഡ് ടു ഓക്സിജൻ. പക്ഷെ മസിൽസിലുള്ള പാർഷ്യൽ പ്രഷറിൽ ഹീമോഗ്ലോബിൻ മയോഗ്ലോബിനേക്കാളും ഒരു പൂവർ ഓക്സിജൻ ബൈൻഡറാണ്. അപ്പോൾ ആ ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി ഹീമോഗ്ലോബിന്റെ വളരെയധികം കുറയുന്നു. പക്ഷെ മയോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് അഫിനിറ്റി വലിയ കാര്യമായിട്ട് കുറയും, പക്ഷെ വലിയ കാര്യമായിട്ട് കുറയുന്നില്ല. ഹെൻസ്
In the muscle tissues where myoglobin is already present, muscle tissues myoglobin ഉണ്ടല്ലോ, oxygenated hemoglobin passes on its oxygen to myoglobin. ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? അതിന്റെ ഓക്സിജൻ എന്ത് ചെയ്യും? മയോഗ്ലോബിനിലോട്ട് ക്യാരി ഓവർ ചെയ്യുന്നു. The working muscle consumes this oxygen to produce energy and carbon dioxide. ഈ വർക്കിംഗ് മസിൽസ് എന്ത് ചെയ്യും? ഈ ഓക്സിജനെ കൺസ്യൂം ചെയ്തിട്ട് എനർജി ATP ഹൈഡ്രോളിസിസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതുവഴി കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആക്ച്വലി മസിൽസിന്റെ pH കുറയ്ക്കുന്നത്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ ഡിസോൾവ് ചെയ്തിട്ട് ദാറ്റ് വിൽ മേക്ക് ദ സിസ്റ്റം അസിഡിക്. അപ്പൊ pH അത് കുറയ്ക്കുന്നു. അതാണ് അത് അസിഡിക് ആവാനുള്ള കാരണം. ഇനി the binding power of hemoglobin with oxygen is pH dependent. ഞാൻ പറഞ്ഞ പോലെ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് ടെൻഡൻസി എന്ന് പറയുന്നത് pH ഡിപ്പെൻഡന്റ് ആണ്. ദിസ് ഈസ് കോൾഡ് ദ ബോർ ഇഫക്റ്റ്. ഇതിനെയാണ് നമ്മൾ ബോർ ഇഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. BOHR എന്ന് പറയുന്നത് ബോർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. Then the binding power of hemoglobin decreases with the decrease in pH. അത് ഇമ്പോർട്ടന്റ് ആണ്. ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി pH ഡിപ്പെൻഡന്റ് ആണ്. അതായത് pH കുറയുമ്പോൾ ഓക്സിജൻ ബൈൻഡിങ് ടെൻഡൻസിയും കുറയും. Hence, the transfer of oxygen from oxygenated hemoglobin to myoglobin is more efficient in the working muscle tissues. ആ ലോവർ pHൽ ഹീമോഗ്ലോബിൽ നിന്ന് മയോഗ്ലോബിൽ ഓക്സിജൻ ക്യാരി ഓവർ ചെയ്യാനുള്ള ആ ടെൻഡൻസി ഒന്നും കൂടി കൂടും. വേറെ ദി കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഈസ് ഹയർ. കാരണം വർക്കർ ടിഷ്യൂസിൽ ഞാൻ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ജനറലി CO2 is acidic and that will cause a decrease in pH. അപ്പൊ അതുകൊണ്ട് മസിൽ ടിഷ്യൂസിൽ ഹീമോഗ്ലോബിൻ ഓക്സിജൻ ലങ്സിൽ നിന്ന് മസിൽ ടിഷ്യൂസിലോട്ട് ഹീമോഗ്ലോബിൻ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഹീമോഗ്ലോബിൻ മയോഗ്ലോബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. അത് ടെൻഡൻസി ഇത്രയധികം കൂടാൻ കാരണം ഒന്ന് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറവാണ്. രണ്ടാമത്തെ കാരണം pH അവിടെ കുറവാണ്. ലോവർ pHൽ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ബൈൻഡിങ് ടെൻഡൻസി വളരെ കുറവാണ്. അപ്പോൾ ആ കേസിൽ മയോഗ്ലോബിൻ ആണ് much efficient oxygen binder. So it's hemoglobin transfers its oxygen to myoglobin. മയോഗ്ലോബിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. മയോഗ്ലോബിൻ ഓക്സിജനെ ATP ഹൈഡ്രോളിസിസിന് വേണ്ടി എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇതാണ് കേസ് നമ്മൾ പറയും. അപ്പൊ ഇവിടെ ഈ ഇഫക്റ്റിനെ നമ്മൾ ബോർ ഇഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. pH ഡിപ്പെൻഡൻസിയാണ് ബോർ ഇഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ കോപ്പറേറ്റ് ഇഫക്റ്റും ബോർ ഇഫക്റ്റ്. കോപ്പറേറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the binding of one oxygen atom by the hemoglobin increases its tendency to attach further oxygen atom. This tendency is called the cooperative effect. And the Bohr effect is actually the binding of oxygen by hemoglobin is pH dependent. And that effect is known as the Bohr effect. pH dependency ആണ് നമ്മൾ ബോർ എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. കോപ്പറേറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് മറ്റേ ഇതാണ്, ഒരു ഓക്സിജനെ അത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി അത് ഓട്ടോമാറ്റിക്കലി കൂടും. ആ ഇഫക്റ്റിനെയാണ് നമ്മൾ കോപ്പറേറ്റ് ഇഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഈ കോപ്പറേറ്റ് ഇഫക്റ്റ് എങ്ങനെ സംഭവിക്കുന്നു? ഒരു ഓക്സിജൻ അതാണ് നമുക്കിനി കുറച്ച് പറയാനുള്ളത്. അതായത് ഒരു ഓക്സിജന് ഹീമോഗ്ലോബിൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓക്സിജൻ അറ്റാച്ച് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇതെങ്ങനെയാണ് കൂടുന്നത്? വാട്ട് കോസസ് ദിസ് അഫിനിറ്റി? ഒരു ഓക്സിജൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അതിനോടുള്ള അതിന്റെ അഫിനിറ്റി കൂടാൻ കാരണം എന്താണ്? അതിന് കാരണം അതിന്റെ സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ച് ആണ്. ഹീമോഗ്ലോബിൻ ഓക്സിജനോട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസമുണ്ട് വരും. ഈ വ്യത്യാസം കാരണമാണ് അതിന്റെ ടെൻഡൻസി ഓക്സിജൻ ബൈൻഡ് ചെയ്യാനുള്ള അതിന്റെ ടെൻഡൻസി ഒന്നും കൂടി കൂടാൻ കാരണം. അപ്പൊ അതായത് എന്തൊക്കെ ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതില് ഫസ്റ്റ് ഡിയോക്സി ഹീമോഗ്ലോബിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഡിയോക്സി മയോഗ്ലോബിന്റെ കേസ് എടുത്ത് രണ്ടും ഹീം പ്രോട്ടീൻസ് തന്നെയാണ്. ഫെറസ് അയൺ ഇൻ ഡിയോക്സി ഹീമോഗ്ലോബിൻ ഈസ് ഇൻ ഹൈ സ്പിൻ സ്റ്റേറ്റ്. ഡിയോക്സി ഹീമോഗ്ലോബിനിലുള്ള ഫെറസ്, ഡിയോക്സി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ബൈൻഡ് ചെയ്യാത്ത ഹീമോഗ്ലോബിനിൽ ഈ അയൺ ആറ്റം Fe2+ സ്റ്റേറ്റ് ആണ് ഞാൻ പറഞ്ഞു. ഫെറസ് ആണ്, ഫെറിക് അല്ല. അയൺ ഈസ് ഇൻ ഫെറസ് സ്റ്റേറ്റ്. ആ ഫെറിക് അയൺ ഹൈ സ്പിൻ സ്റ്റേറ്റിലാണ്. ഹൈ സ്പിൻ സ്റ്റേറ്റ് എന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഹൈ സ്പിൻ സ്റ്റേറ്റ് ആ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ പറയുന്ന കേസാണ് ഹൈ സ്പിൻ കോംപ്ലക്സും ലോ സ്പിൻ കോംപ്ലക്സ് ഞാൻ
പറഞ്ഞു. അപ്പൊ ഇവിടെ ഇഫ് ഡിയോക്സി ഹീമോഗ്ലോബിനുള്ള ഫെറസ് അയൺ ഹൈ സ്പിൻ അയൺ ആണ് വിത്ത് 2 electrons occupying the EG orbitals. അതായത് ഈ ഇതിലെ 2 electrons, അതായത് ഫെറസ് അയൺ Fe2+ ഡി ഓർബിറ്റൽ 6 electrons ആണ് ഉള്ളത്. ഞാൻ അന്ന് പറഞ്ഞ ഒന്നും കൂടി പറയാം. അയൺ ഓക്സിഡേഷൻ നമ്പർ, അയൺ അറ്റോമിക് നമ്പർ 26 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. 4s2 3d6 വരും. Fe2+ എന്ന് പറയുമ്പോൾ 2 electrons പോകും. ഈ 2 electrons പോകുന്നത് 4s ഔട്ടർമോസ്റ്റ് ഷെൽ, അതായത് ഈ കേസിൽ ഔട്ടർമോസ്റ്റ് ഷെൽ 4s ആണ്. ആ 2 electrons പോയി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 4s0 3d6. അപ്പോൾ ഫെറസിൽ ഡി ഓർബിറ്റിൽ 6 electrons ആണ് ഉള്ളത്. ഇനി ഈ 6 electronsന്റെ ഡിസ്ട്രിബ്യൂഷൻ ഡി ഓർബിറ്റ്, ഒരു ഡീജനറേറ്റ് ആയിട്ടുള്ള ഈ ഡി ഓർബിറ്റിൽ 5 ഡി ഓർബിറ്റിൽ ഉണ്ടല്ലോ, ആ 6 electrons എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു? അപ്പൊ നമ്മൾ ഇവിടെ 6 electron നോക്കി കഴിഞ്ഞാൽ ഹൺസ് റൂൾ വെച്ചിട്ട് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, ആദ്യം ഓരോ ഓർബിറ്റൽസും ഹാഫ് ഫിൽഡ് ആയിട്ട് ഫില്ല് ചെയ്യും. ഇനി 6ാമത്തെ ഇലക്ട്രോൺ ഏത് ചെയ്യും? ഏതെങ്കിലും ഒരു ഓർബിറ്റിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് സാധാരണ ഒരു നോർമൽ അയൺ ആറ്റത്തിന്റെ കേസ്. പക്ഷെ അയൺ ഒരു കോംപ്ലക്സ് ആയിട്ട് മാറുമ്പോൾ, കോർഡിനേറ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുമ്പോൾ, ഈ ഡീജനറേറ്റ് ആയിട്ടുള്ള ഈ 5 ഡി ഓർബിറ്റൽസ് 2 സെറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു സെറ്റ് എന്ന് പറയുന്നത് 3 ഡി ഓർബിറ്റൽസും ഒരു സെറ്റ് 2 ഡി ഓർബിറ്റൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ 2 സെറ്റായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരെണ്ണം എനർജി കുറഞ്ഞ 3 ഡി ഓർബിറ്റൽസിന്റെ ഒരു സെറ്റ്. ആ 3 ഡി ഓർബിറ്റൽസ് എന്ന് പറയുന്നത് DXY, DXZ, DYZ. ഇതാണ് 3 ഡി ഓർബിറ്റൽസ്. അതിനെ T2G എന്ന് പറയും. എനർജി കൂടിയ 2 ഡി ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ബാക്കി വരുന്നത് DX² - Y², DZ². അത് EG സെറ്റ് എന്ന് പറയും. ഈ ടി എന്ന് വിളിക്കുന്നത് ട്രിപ്ലി ഡീജനറേറ്റും ഇ എന്ന് വിളിക്കുന്നത് ഡബിളി ഡീജനറേറ്റ് സെറ്റ് ആണ്. അതായത് അതിന്റെ ഗ്രൂപ്പ് തിയറി വെച്ചിട്ട്, സിമെട്രി വെച്ചിട്ട് നമ്മൾ പറയുന്നു. അപ്പൊ സാധാരണ അയണില്, നോർമൽ മെറ്റാലിക് അയണില് ഇതാണ് സ്റ്റേറ്റ്. പക്ഷെ കോംപ്ലക്സിൽ ഇത് ഇങ്ങനെയായിട്ട് മാറും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ പറയുന്നുണ്ട്. കാരണം ഒരു കോംപ്ലക്സ് ഉണ്ടാകുമ്പോൾ ലിഗാൻഡ്സ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാണ്. ലിഗാൻഡ്സ് ആർ ഇലക്ട്രോൺ റിച്ച് ആണ് ലിഗാൻഡ്സ്. ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്, ഇത് ഒക്ടാഹെഡ്രലിന്റെ കേസാണ്. ഒക്ടാഹെഡ്രലാണ് ഡി ഓർബിറ്റൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അത് സ്ക്വയർ പ്ലാനറിൽ മറ്റൊരു രീതിയിലാണ്, ടെട്രാഹെഡ്രലാണെങ്കിൽ മറ്റൊരു രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അത് ഓരോന്നും ഓരോ മെറ്റലും ഓരോ രീതിയിലാണ് കോംപ്ലക്സ് ഷേപ്പ് അനുസരിച്ചാണ്. ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ഡി ഓർബിറ്റൽസ് ഇങ്ങനെ 2 സെറ്റാണ്, T2G, EG സെറ്റ് ആയിട്ടാണ് അത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അത് കാരണം ഇതാണ്, ഒരു കോംപ്ലക്സ് ഫോർമേഷൻ വരുമ്പോൾ ലിഗാൻസ് ഈ മെറ്റലിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ലിഗാൻസ് ആർ ഇലക്ട്രോൺ റിച്ച്. അപ്പൊ ലിഗാൻസിന്റെ ഇലക്ട്രോൺസ് ഈ ഡി ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും. അപ്പൊ ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുമ്പോൾ ഈ ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നത് ഈ ആക്സിസിൽ കൂടിയാണ്. ലിഗാൻസ് അപ്രോച്ചിങ് അലോങ് ദി ആക്സിസ്, അതായത് XYZ ആക്സിസ്. ആ 3 ആക്സിസ് രീതിയിലാണ്, ആ ലൈനിലാണ് പാരലായിട്ട്, അതായത് ആക്സിസിനോട് പാരലായിട്ടാണ് ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നത്. X ഉം YZ ആക്സിസിനോട് പാരലായിട്ടാണ് ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഓർബിറ്റൽ ഇലക്ട്രോൺസ് വിച്ച് ആർ ഓറിയന്റഡ് അലോങ് ദി ആക്സിസിനോട് പാരലായിട്ട് അലൈൻ ചെയ്തേക്കുന്ന ഓർബിറ്റൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ റിപ്പൽ ചെയ്യും. ബിക്കോസ് ദേ ആർ അലൈൻഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി അപ്രോച്ചിങ് ലിഗാൻസ്. ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നതിന്റെ അതേ ഡയറക്ഷനാണ് ഈ ഇതിലുള്ള ഇലക്ട്രോൺസ്, ഈ പർട്ടിക്കുലർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് അലൈൻ ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് ആക്സിസിനോട് പാരലായിട്ട് അലൈൻ ചെയ്തേക്കുന്ന ഓർബിറ്റലിന്റെ ഇലക്ട്രോൺസ് ആർ അലൈൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി അപ്രോച്ചിങ് ലിഗാൻഡ്. സോ ദേ വിൽ ബി റിപ്പൽഡ് മോർ ബൈ ദ ലിഗാൻഡ് ഇലക്ട്രോൺ. കൂടുതൽ റിപ്പൽഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ എനർജി കൂടും, അൺസ്റ്റെബിലിറ്റി കൂടും, അല്ലെങ്കിൽ എനർജി കൂടും. നേരെ മറിച്ച് ഓർബിറ്റൽസ് who are oriented in between the axis, ഈ 2 ആക്സിന് ഇടയിലായിട്ടാണ് ഈ ഓർബിറ്റൽസിന്റെ ഓറിയന്റേഷൻ എങ്കിൽ ആ പർട്ടിക്കുലർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് റിപ്പൽഷൻ കുറവായിരിക്കും. They will be minimum repelled by the ligand orbital because they are aligned in between the axis. അപ്പോൾ നമ്മൾ DXY, DXZ, DYZ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഓറിയന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, they are aligned along in between the axis. In between the axis ആണ് അലൈൻ ചെയ്തത്. നേരെ മറിച്ച് DX² - Y² DZ² ഓർബിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? You have the shape. That is, they are aligned along the axis.
അതുകൊണ്ടാണ് T2G, TXY, DXZ, DYZ ഈ മൂന്നിന്റെ എനർജി കുറയുന്നത്, ഈ രണ്ടാമത്തിന്റെ എനർജി കൂടുന്നത്, T2G, EG. അതാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അപ്പൊ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ Δ0 എന്ന് പറയുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ ആണ് Δ0 എന്ന് പറയുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. Δ0 ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. Δ0 മീൻസ് ഒക്ടാഹെഡ്രൽ ഫീൽഡ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റ് ഈ സ്പ്ലിറ്റിംഗ് വാല്യൂ ആണ് Δ0 എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇനി ഈ കേസിൽ ഈ 6 ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇത് നോർമൽ മെറ്റൽ. ഇനി ഒരു കോംപ്ലക്സ് ഉണ്ടാവുമ്പോൾ ഇത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? നാച്ചുറലി 6 ഇലക്ട്രോൺസ് ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ലോവർ എനർജിയിലോട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇലക്ട്രോൺ T2Gയിലോട്ട് പോകും, രണ്ടാമത്തെ ഇലക്ട്രോൺ T2Gയിലോട്ട് പോകും, മൂന്നാമത്തെ ഇലക്ട്രോൺ T2Gയിലോട്ട് പോകും. ഇനി ബാക്കി 3 എണ്ണം കൂടിയുണ്ട്. ഈ 3 എണ്ണം ഇനി എങ്ങോട്ട് പോകും? ഇനി അത് T2Gയിൽ തന്നെയാണോ പോകുന്നത് അതോ EGയിലോട്ട് പോകും എന്നാണ് ഇവിടത്തെ ഒരു കൺഫ്യൂഷൻ. നോർമൽ നമ്മൾ വിചാരിക്കുന്നത് T2Gയിലോട്ട് തന്നെ പോകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, കാരണം അതിനാണോ എനർജി കുറവ്. പക്ഷെ ചില കേസിൽ അത് EGയിലോട്ട് പോകും. കാരണം T2Gയിലോട്ട് തന്നെ നാലാമത്തെ ഇലക്ട്രോൺ T2Gയിലോട്ട് പോകണമെങ്കിൽ അതിന് കുറച്ച് എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ട്. കാരണം അവിടെ ഇലക്ട്രോൺ പെയർ ചെയ്യണം. ഇലക്ട്രോൺ പെയർ ചെയ്യണമെങ്കിൽ നാച്ചുറലി അവിടെ ഇലക്ട്രോൺ റിപ്പൾഷൻ വരും. അപ്പോൾ ഇത് ഇലക്ട്രോൺ പെയർ ചെയ്യണോ, അതിനുവേണ്ടി എനർജി കൺസ്യൂം ചെയ്യണോ, അല്ലെങ്കിൽ ഹയർ എനർജി EGയിലോട്ട് പോകുമ്പോഴാണോ അതിന് എനർജി കൺസംഷൻ കുറവ്? കൂടുതൽ എഫിഷ്യന്റ് ഏതാണെന്ന് നമ്മൾ നോക്കും. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ നമ്മൾ നോർമൽ റൂട്ട് ആണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ നോർമൽ റൂട്ട് അതിന് ഡിസ്റ്റൻസ് കുറവാണ്, പക്ഷെ അവിടെ ട്രാഫിക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു വഴി എടുക്കും, വേറൊരു റൂട്ട് നമ്മൾ സെലക്ട് ചെയ്യും. ആ റൂട്ടിൽ ഡിസ്റ്റൻസ് കൂടുതലാണ്, പക്ഷെ ട്രാഫിക് ഉണ്ടാവില്ല. അപ്പൊ ഒരാൾ വേണമെങ്കിൽ അത് കുഴപ്പമില്ല, മറ്റേ ഡിസ്റ്റൻസ് കൂടുതലല്ലേ, ബ്ലോക്ക് ആണെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. ചിലവരെന്ത് ചെയ്യും? ഡിസ്റ്റൻസ് കൂടിയ ഇത് കൂടി, ബ്ലോക്കില്ല, ട്രാഫിക് ഇല്ലല്ലോ എന്നതിന്റെ അത് എടുക്കും. അപ്പൊ അതേപോലെ തന്നെ ഇത് അതിന്റെ ഇതാണ്, ആ മെറ്റൽ അനുസരിച്ചിരിക്കും. അപ്പോൾ അത് അല്ലെങ്കിൽ ആ കോംപ്ലക്സ് അനുസരിച്ചിരിക്കും. അത് വേണമെങ്കിൽ പെയർ ചെയ്യണോ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഇതിലോട്ട് പോകണം. ഇപ്പൊ നാലാമത്തെ ഇലക്ട്രോൺ EGയിലോട്ടാണ് പോകുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അത് ഇങ്ങനെ ഫില്ല് ചെയ്യും, അഞ്ചാമത്തത് ഇങ്ങനെ ഫില്ല് ചെയ്യും. ഈ ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ട്, നാച്ചുറലി വിൽ ഗോ ടു ദ. അവിടെ പിന്നെ പെയർ ചെയ്യാതെ അവസ്ഥയില്ല, കാരണം ഇനി എല്ലാ ഓർബിറ്റൽസും ഫിൽഡ് ആണ്, ഹാഫ് ഫിൽഡ് ആണ്, വേക്കൻസി ഒന്നുമില്ല. ആറാമത്തെ ഇലക്ട്രോൺ വിൽ ഗോ ടു ദ ലോവർ എനർജി. അപ്പൊ ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആ കോംപ്ലക്സിനെ വിളിക്കുന്ന പേരാണ് ഹൈ സ്പിൻ കോംപ്ലക്സ്. അങ്ങനെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി കൂടുതലാണ്, കാരണം ഇറ്റ് കണ്ടെയ്ൻസ് മോർ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ആ സിസ്റ്റം വിൽ നാച്ചുറലി ബി പാരാമാഗ്നറ്റിക്. ഹൈ സ്പിൻ കോംപ്ലക്സ് മിക്കതും പാരാമാഗ്നറ്റിക് ആണ്. അപ്പൊ ഇതൊരു ഹൈ സ്പിൻ, ഇതിനെയാണ് ഹൈ സ്പിൻ കോംപ്ലക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഹൈ സ്പിൻ കോംപ്ലക്സ് ഇതാണ് കേസ്. നേരെ മറിച്ച് ലോ സ്പിൻ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ലോ സ്പിന്റെ കേസിൽ പെയറിംഗ് ചെയ്താലും കുഴപ്പമില്ല, EGയിലോട്ട് പോകുന്നതിനേക്കാളും എഫിഷ്യന്റ് പെയറിംഗ് ചെയ്യുന്നതാണ് എന്ന് ആ കോംപ്ലക്സ് വിചാരിച്ചു കഴിഞ്ഞാൽ, ആ ഡി ഓർബിറ്റൽ ഇലക്ട്രോൺസ് വിചാരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ 6 ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും? T2Gയിലോട്ട് തന്നെ പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ EG സിസ്റ്റം വേക്കന്റ് ആയിരിക്കും, T2G കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ 6 ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷെ അവിടെ 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ അത് തന്നെയാണ് കേസ്, പക്ഷെ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്നുമില്ല. അപ്പൊ ജനറലി ഹൈ സ്പിൻ കോംപ്ലക്സ് കൂടുതൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും, പാരാമാഗ്നറ്റിക് ആയിരിക്കും. ലോ സ്പിൻ കോംപ്ലക്സിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് കുറവായിരിക്കും, ഇറ്റ് വിൽ ബി നോർമലി ഡയാമാഗ്നറ്റിക്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് കോംപ്ലക്സ് ആണെങ്കിൽ അത് ഹൈ സ്പിൻ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നു. ഇങ്ങനത്തെ ടൈപ്പ് കോംപ്ലക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ പാരാമാഗ്നറ്റിക് കോംപ്ലക്സ്, ഡയാമാഗ്നറ്റിക് അല്ലെങ്കിൽ ലോ സ്പിൻ കോംപ്ലക്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഇതാണ് ഹൈ സ്പിനും ലോ സ്പിൻ പറയുന്നത്. അപ്പൊ ഇതില് ഈ കേസില് ഡിയോക്സി ഹീമോഗ്ലോബിന്റെ കേസിൽ അയൺ ഈസ് ഇൻ എ ഹൈ സ്പിൻ സ്റ്റേറ്റ്. അയൺ ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ there are unpaired electrons and as because the electrons are filled in the EG orbitals. EG ഓർബിറ്റിലോട്ട് ഇലക്ട്രോൺസ് പോകുന്ന കാരണം ഡിയോക്സി ഹീമോഗ്ലോബിനിൽ ഈ ഫെറസ് അയൺ ഈസ് ഇൻ എ ഹൈ സ്പിൻ സ്റ്റേറ്റ്. ഹൈ സ്പിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ നാച്ചുറലി ബി പാരാമാഗ്നറ്റിക്. അത് പാരാമാഗ്നറ്റിക് ആണ്. ആൻഡ് ദ EG ഓർബിറ്റൽസ് will contain unpaired electrons. അവിടെ unpaired electrons ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈ സ്പിൻ കോംപ്ലക്സ് ആയതുകൊണ്ട് ഈ ഫെറസ് അയണിന്റെ സൈസ് എന്ന് പറയുന്നത് 78 പൈക്കോമീറ്റർ ആണ്. ഒരു പൈക്കോമീറ്റർ 10⁻⁻12 മീറ്റർ. അപ്പൊ ഹൈ സ്പിൻ ഫെറസ് അയണിന്റെ
സൈസ് എന്ന് പറയുന്നത് 78, ഡയമീറ്റർ എന്ന് പറയുന്നത് 78 പൈക്കോമീറ്റർ ആണ്. അപ്പൊ ഈ ഹീമിന്റെ ക്യാവിറ്റി, ഹീമിൽ ആ 4 പോർഫൈറിന്റെ 4 നൈട്രജൻ ആറ്റം ഉണ്ടാക്കുന്ന ആ ക്യാവിറ്റി എന്ന് പറയുന്നത് 78 പൈക്കോമീറ്റർ അല്ല, അതിനേക്കാളും ചെറുതാണ്. ഏകദേശം 60 പൈക്കോമീറ്റർ ആയിട്ടേ ഉള്ളൂ അതിന്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ അയൺ ആറ്റം ഈസ് ബൾക്കിയർ, ഇറ്റ് is having larger size compared to the size of the cavity produced by the heme. So what happens is that the iron atom cannot fit into the cavity of heme. ആ ഹീം ലിഗാൻഡിന്റെ ക്യാവിറ്റിയിലോട്ട് അയൺ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അയൺ അവിടെ ഇരിക്കാൻ പറ്റില്ല. എന്താ സംഭവിക്കുന്നത്? അയൺ വിൽ ബി പ്ലേസ്ഡ് സ്ലൈറ്റ്ലി upwards, that is at a different plane compared to the 4 nitrogen atoms of the heme. അതായത് ഹീമിന്റെ ആ 4 നൈട്രജൻ ആറ്റത്തിന്റെ ഒരേ പ്ലെയിനിലല്ല അയൺ എന്നത്. കാരണം അയൺ അവിടെ ആ കുഴിയിൽ ഇരിക്കാൻ പറ്റില്ല, ആ ക്യാവിറ്റിയിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അയൺ കുറച്ച് പൊന്തിയാണ് നിൽക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു പിരമിഡൽ ഷേപ്പ്, സ്ക്വയർ പിരമിഡൽ ഷേപ്പ് പോലെ അയൺ ഇൻ ദ അപെക്സ് ആൻഡ് the 4 corners of the pyramid will be occupied by the nitrogen atoms. അങ്ങനെ ഒരു ഏകദേശം 0.5 ആംസ്ട്രോം പൊന്തിയാണ് ഈ അയൺ അവിടെ നിൽക്കുന്നത്. ഇതേപോലെ കണ്ടോ, ഇതാണ് നമ്മുടെ ഹീമിന്റെ 4 നൈട്രജൻ. ഇവിടെ നൈട്രജൻ ഇവിടെ ഉണ്ട്, അതുപോലെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ ക്യാവിറ്റിയിൽ അയൺ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അയൺ എന്ത് ചെയ്യും? കുറച്ച് പൊന്തിയാണ് ഇരിക്കുന്നത്. ഏകദേശം 0. ഈ നൈട്രജനും അയണിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 0.5 ആംസ്ട്രോം. പ്ലെയിനിൽ നിന്ന് ഏകദേശം 0.5 ആംസ്ട്രോം പൊന്തിയാണ് അയൺ ഇരിക്കുന്നത്. ഇതാണ് ഡിയോക്സി ഹീമോഗ്ലോബിനിൽ അയണിന്റെ കോൺഫിഗറേഷൻ, അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇനി ഇതാണ്. അപ്പൊ ഫെറസ് അയൺ ഇൻ ഡിയോക്സി ഹീമോഗ്ലോബിൻ ഈസ് ഇൻ ഹൈ സ്പിൻ സ്റ്റേറ്റ് വിത്ത് 2 electrons occupying the EG orbit. EG orbital 2 electrons ഉണ്ട്. And in high spin ferrous is larger in size than the heme cavity. അപ്പൊ ഈ ഹൈ സ്പിൻ അയൺ എന്ന് പറയുന്നത് അതിന്റെ സൈസ് 78 പൈക്കോമീറ്റർ ആണ്. അപ്പൊ ഹീം ക്യാവിറ്റിയെക്കാളും അത് കൂടുതലാണ്, സൈസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്ലെയിൻ ഔട്ട് ഓഫ് പ്ലെയിൻ ആണ് അയൺ ആറ്റം ഇരിക്കുന്നത്. അയൺ ആറ്റം is in a plane, is a different plane compared to the nitrogen atoms. So iron is actually sitting around, lies approximately 0.5 angstrom out of the heme plane. Heme plane നിന്ന് ഏകദേശം 0.5 angstrom പൊന്തിയാണ് ഈ അയൺ ഇരിക്കുന്നത്. ഇതാണ് കേസ്. ഇതാണ് ഡിയോക്സി ഹീമോഗ്ലോബിനിൽ അയണിന്റെ ആ പ്ലേസ്മെന്റ്. അത് ഞാൻ പറഞ്ഞാണ്. ഇനി ഓക്സിജൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റുവേഷൻ ആകെ മാറും. ഓക്സിജൻ ബൈൻഡ് ചെയ്യുമ്പോൾ ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നത് ലീനിയർ ആയിട്ടല്ല. ഓക്സിജൻ കുറച്ചൊരു 120 ഡിഗ്രി ആംഗിൾ ആണ് ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതായത് കണ്ട, ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നത് ഇതേപോലെ ഈ അയണിലോട്ട് 6ാമത്തെ കോൺടാക്ട് സൈഡിൽ ഓക്സിജൻ ബൈൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലീനിയർ ആയിട്ടല്ല, ഈ ഒരു ആംഗിളിലാണ് ബെൻഡ് ചെയ്തത്. അതായത് ഈ ആംഗിൾ ഏകദേശം 120 ഡിഗ്രിയാണ്. ഈ ആംഗിൾ ഏകദേശം 120 ഡിഗ്രി ആയിട്ടാണ് ഇത് ബൈൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അത് ഓക്സിജൻ ബൈൻഡ് ചെയ്യുക. ഏകദേശം 120 ഡിഗ്രി ആംഗിൾ ആണ് അത് ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നത്. ദിസ് ബ്രിങ്സ് അബൌട്ട് കൺഫർമേഷണൽ ചേഞ്ചസ് ഇൻ ദ ഹീമോഗ്ലോബിൻ. ആ ഇത് കാരണം ഓക്സിജന്റെ കൺഫർമേഷനിൽ ഭയങ്കര വ്യത്യാസം വരും. ഓക്സിജനിൽ ആ ഹീമോഗ്ലോബിന്റെ ഇത് സ്ട്രക്ചറിൽ ഭയങ്കര ചേഞ്ചസ് അതുണ്ടാവും. ദ സ്പിൻ ഓഫ് അയൺ ചേഞ്ചസ് ഫ്രം ഹൈ സ്പിൻ ടു ലോ സ്പിൻ. അതായത് വൺസ് അത് ഓക്സിജൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് അപ്പോഴും ആദ്യം അത് 5 കോർഡിനേറ്റഡ് കോംപ്ലക്സ് ആയിരുന്നു. ഓക്സിജൻ ഇല്ലാത്ത കേസിൽ അത് 5 കോർഡിനേറ്റഡ് കോംപ്ലക്സ് ആയിരുന്നു. ആ അയൺ Fe2+ സ്റ്റേറ്റിൽ തന്നെയാണ്. അയൺ is in a high spin state with a diameter of size of around 78 picometer. Now once the 6th coordination site is filled by oxygen, suddenly the ion changes from high spin state to low spin state. Ion oxidation നമ്മൾ വ്യത്യാസം വരുന്നില്ല. അയൺ അപ്പോഴും Fe2+, ഫെറസ് തന്നെയാണ്. പക്ഷെ അയൺ ഹൈ സ്പിന്നിൽ നിന്ന് ലോ സ്പിൻ ആയിട്ട് മാറും. അതായത് ഈ കേസിൽ EG ഓർബിറ്റൽസ് വേക്കന്റ് ആണ്, T2G ഓർബിറ്റൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പൊ ഹൈ സ്പിന്നിൽ നിന്ന് ലോ സ്പിന്നിലോട്ട് മാറുമ്പോൾ സംഭവിക്കുന്നത് വെറുതെ മാറുക മാത്രമല്ല, അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് മാറും. കാരണം പാരാമാഗ്നറ്റിക് ആയിരുന്ന Fe2+ ഇപ്പൊ ഡയാമാഗ്നറ്റിക് ആയിട്ട് മാറും. അത് മാത്രമല്ല, അതിന്റെ സൈസ് 78 പൈക്കോമീറ്ററിൽ നിന്ന് 63 പൈക്കോമീറ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഏകദേശം 61 ആയിട്ട് അത് കുറയുന്നു. 60 പൈക്കോമീറ്റർ ആയിട്ട് അത് കുറയും. So the high spin state of iron
Fe2 plus changes from high spin to low spin. അത് ഹൈ സ്പിൻ ആയി നിന്ന് ലോ ഓക്സിജൻ ബൈൻഡ് ചെയ്യും. ഹൈ സ്പിന്നിൽ നിന്ന് ലോ സ്പിൻ ആയിട്ട് അത് മാറും. The EG orbitals are then empty. EG orbitals ഇപ്പൊ empty ആവും. കാരണം ഹൈ സ്പിൻ ലോ സ്പിൻ ആവുമ്പോൾ പിന്നെ EG orbitals ഇല്ല, വേക്കൻഡ് ആവും. അത് empty ആവും. With a concomitant decrease in size. അയണിന്റെ സൈസ് 78 നിന്ന് ഏകദേശം 18 ആംസ്ട്രോങ്ങിന്റെ കുറവ് അവിടെ വരും. 61 പൈക്കോമീറ്റർ ആയിട്ട് അയണിന്റെ സൈസ് ചുരുങ്ങും. വൺസ് ഈ സൈസ് ചുരുങ്ങി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ഞാൻ പറഞ്ഞു ഹീമിന്റെ കാവിറ്റിയുടെ സൈസ് ഓൾമോസ്റ്റ് 60 പൈക്കോമീറ്റർ ആണ്. ഇപ്പൊ അയണിന്റെ സൈസ് എത്രയായി? 60 പൈക്കോമീറ്റർ ആണ്. അതെന്ന് പറഞ്ഞാൽ അയൺ ക്യാൻ നൗ സിറ്റ് വെരി കംഫർട്ടബിളി ഇൻ ദ കാവിറ്റി. അയണിന് ഇപ്പോൾ ആ കാവിറ്റി, ഹീമിന്റെ ആ കാവിറ്റിയിൽ വളരെ സുഖമായിട്ട് അതിൽ ഇരിക്കാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യുന്നത്? ഓക്സിജൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊന്തി നിൽക്കുന്ന അയൺ ഒറ്റയടിക്ക് ഒരു താഴത്തേക്ക് വീഴുന്ന പോലെ ഇങ്ങനെ നിന്നായ ടക്ക് എന്ന് പറഞ്ഞിട്ട് ആ ക്യാവിറ്റിയോട്ട് എക്സാക്ട് ആയിട്ട് ഗ്രൂവിലോട്ട് ഫിറ്റ് ആവും. എക്സാക്ട് ആയിട്ട് അത് ഫിറ്റ് ആവും. വൺസ് അതെങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കൺഫർമേഷൻ ചേഞ്ചസ് വരും. കാരണം അയൺ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അയൺ ഇങ്ങനെ, കാരണം ഞാൻ പറഞ്ഞു അയണിന്റെ ഒരു കോർഡിനേഷൻ സൈറ്റ് ഫുൾഫിൽ ചെയ്യുന്ന ഹിസ്റ്റഡീൻ നൈട്രജൻ ആറ്റമാണ്. ആ ഹിസ്റ്റഡീൻ നൈട്രജൻ ആറ്റം പ്രോട്ടീൻ ചെയിന്റെ പാർട്ടാണ്. അപ്പൊ അയൺ പെട്ടെന്ന് താഴത്തേക്ക് ഇങ്ങനെ വീഴുന്ന പോലെ അയൺ താഴത്തേക്ക് ഇങ്ങനെ ആ ക്യാവിറ്റിയിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇത് പോകുമ്പോൾ അതിന്റെ ഒപ്പം ആ പ്രോട്ടീൻ ചെയിനെ അത് വലിച്ചു പോകും. കാരണം ആ പ്രോട്ടീൻ ചെയിന്റെ ഒരു എൻഡ് അയണിലോട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നു. അപ്പൊ അയൺ ഇങ്ങനെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ ചെയിനും അതിന്റെ ഒപ്പം ഇങ്ങനെ കുറച്ച് വലിയും. ഈ സംഭവിക്കുമ്പോൾ പ്രോട്ടീൻ ചെയിന്റെ കൺഫർമേഷനിലും വളരെയധികം വ്യത്യാസങ്ങൾ വരും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ decrease. Ferrous now fits beautifully in the heme cavity. Size 61 picometer ആയി കഴിഞ്ഞാൽ the ferrous iron now fits beautifully in the heme cavity. Heme cavity എക്സാക്ട് ആയിട്ട് സൈസ് മാച്ചിങ് ആവും, അത് ക്യാവിറ്റിയിലോട്ട് വന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കേസിൽ നൈട്രജൻ ആറ്റവും അയണും ഒരൊറ്റ പ്ലെയിനിലായിട്ട് മാറും. നൈട്രജൻ ആറ്റം ആസ് വെൽ ആസ് അയൺ ആറ്റം will be in a single plane. ഒറ്റ പ്ലെയിനിലായിട്ട് അതിരിക്കും. Then the shift is transmitted to various parts of the subunit, causing substantial changes in the amino acid residues attached. ഈ ഒരു ഷിഫ്റ്റ് ഇങ്ങനെ ഒരു വരുന്ന ഷേപ്പിൽ വരുന്ന ആ ഷിഫ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പം ഈ അമിനോ ആസിഡ്സ്, അതായത് ആ പ്രോട്ടീൻ ചെയിനെ അത് ബാധിക്കും. Thus, iron Fe2+ is hexa-coordinated in oxyhemoglobin. Deoxyhemoglobin അയൺ പെന്റാ കോർഡിനേറ്റഡ് ആയിരുന്നു, 6ാമത്തെ കോർഡിനേറ്റ് ആയിട്ട് വേക്കന്റ് ആണ്. ഓക്സി ഹീമോഗ്ലോബിനിൽ അയൺ ഹെക്സാ കോർഡിനേറ്റഡ് ആണ്, അതായത് 6 കോർഡിനേഷൻ സെറ്റ്, അതായത് ഏകദേശം ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ് വിത്ത് ആൻ ഒക്ടാഹെഡ്രൽ ജിയോമെട്രി. O2 ഈസ് ഹൈഡ്രജൻ ബോണ്ടഡ് ടു ഇമിഡാസോൾ നൈട്രജൻ. അതിന്റെ ഒപ്പം തന്നെ ഓക്സിജൻ ഇമിഡാസോളിലുള്ള നൈട്രജൻ, ആ പ്രോട്ടീൻ ചെയിന്റെ ഇമിഡാസോൾ നൈട്രജൻ ആയിട്ടും അത് ഹൈഡ്രജൻ ബോണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതാണ് കേസ്. അപ്പൊ ഡിയോക്സിനേറ്റഡ് ഹീമോഗ്ലോബിനില് അയൺ ആറ്റം കുറച്ച് പൊന്തിയാണ് നിൽക്കുന്നത്, ഔട്ട് ഓഫ് ദി പ്ലെയിൻ. ഈ പ്ലെയിൻ 4 നൈട്രജൻ ആറ്റത്തിന് പ്ലെയിനിലല്ല, കുറച്ച് പൊന്തിയാണ് ഈ അയൺ ആറ്റം ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഹിസ്റ്റഡീൻ നൈട്രജൻ ആറ്റം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ പ്രോട്ടീൻ ചെയിന്റെ പാർട്ടാണ് ഹിസ്റ്റഡീൻ. അതിന്റെ നൈട്രജൻ ആറ്റം ആയിട്ടാണ് അയണിന്റെ 5ാമത്തെ കോർഡിനേഷൻ സൈറ്റ് ഫുൾഫിൽ ചെയ്യുന്നത്. വൺസ് ഓക്സിജൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്സിജന്റെ ഷേപ്പ് ഉണ്ടോ, ഓക്സിജൻ ഇപ്പോൾ ഒരു 120 ഡിഗ്രി ആംഗിളാണ് ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നത്. വൺസ് ഓക്സിജൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈ സ്പിൻ അയൺ എന്ത് ചെയ്യും? ലോ സ്പിൻ ആയിട്ട് മാറും. ലോ സ്പിൻ ആയിട്ട് മാറുമ്പോൾ വെറുതെ ലോ സ്പിൻ ആയി മാറുക മാത്രമല്ല, അതിന്റെ സൈസിൽ ഡിഫറൻസ് വരും, സൈസ് ഒന്ന് ചുരുങ്ങും. അപ്പോൾ 78 പൈക്കോമീറ്റർ ഉള്ള ഹൈ സ്പിൻ അയൺ ലോ സ്പിൻ അയണിലായിട്ട് മാറുമ്പോൾ ഏകദേശം 18 ആംസ്ട്രോങ്ങിന്റെ പൈക്കോമീറ്ററിന്റെ ഡിഫറൻസ് അവിടെ വരും. അപ്പൊ വൺസ് അത് സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇനി സുഖമായിട്ട് ആ ക്യാവിറ്റിയിൽ ഇരിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യും? അയൺ ഒറ്റയടിക്ക് ആ ക്യാവിറ്റിയിലോട്ട് വന്ന് വീഴും, എക്സാക്ട് ആയിട്ട് ആ ക്യാവിറ്റിയിലോട്ട് ഫിറ്റ് ആവും. ഫിറ്റ് ആകുമ്പോൾ ഇപ്പൊ ഈ നൈട്രജൻ ആറ്റം 4 നൈട്രജൻ ആറ്റം അയൺ ആറ്റം ഒറ്റ പ്ലെയിനിലായിട്ട് മാറും. അപ്പൊ ഈ അയൺ വന്ന് വീഴുമ്പോൾ അതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത ഹിസ്റ്റഡീനെ അത് വലിക്കുക. അപ്പൊ ഹിസ്റ്റഡീൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ചെയിന്റെ പാർട്ടാണ്. അപ്പൊ ഹിസ്റ്റഡീൻ വലിയുമ്പോൾ പ്രോട്ടീനിലും കൺഫർമേഷൻ ചേഞ്ചസ് അവിടെ സംഭവിക്കുന്നു. ഈ കൺഫർമേഷൻ ചേഞ്ച് ആണ് അത് ആക്ച്വലി അടുത്ത ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി അത് കൂട്ടുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ദിസ് കൺഫർമേഷൻ ചേഞ്ചസ് ദാറ്റ് ബ്രിങ്സ് അബൌട്ട് ഇറ്റ്സ് ടെൻഡൻസി ടു ബൈൻഡ് ദ സെക്കൻഡ് ഓക്സിജൻ ആറ്റം, or increase the tendency to bind further oxygen atom. Once അത് അടുത്ത, അപ്പോൾ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറലി ആറാമത്തെ കോർഡിനേഷൻ സൈറ്റ് സ്റ്റെറിക്കലി ഹിൻഡേർഡ് ആണ്. ഹീമോഗ്ലോബിന്റെ ആണെങ്കിലും മയോഗ്ലോബിന്റെ ആണെങ്കിലും ആറാമത്തെ കോർഡിനേഷൻ സൈറ്റ് സ്റ്റെറിക്കലി ഹിൻഡേർഡ് ആണ്. ആ പ്രോട്ടീൻ ചെയിൻസ്, ബൾക്കി പ്രോട്ടീൻ ചെയിൻസ് കാരണം ആറാമത്തെ സൈറ്റിൽ വന്ന് ലിഗാൻഡിന് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വൺസ് ആ ഓക്സിജൻ വന്ന് ഒരു അയണിന്റെ കോർഡിനേഷൻ സൈറ്റ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ ചെയിന്റെ സ്ട്രക്ചറിലൊക്കെ വ്യത്യാസം വരും. അപ്പൊ ആ സ്റ്റെറിക് ഹിൻഡ്രൻസ് അവിടെ മാറി പോകും. ഇതുകൊണ്ടാണ് ഇത് പ്രോട്ടീന്റെ ഇതിൽ വ്യത്യാസം വരുന്നത്. അപ്പൊ പ്രോട്ടീന്റെ കൺഫർമേഷനിൽ വ്യത്യാസം വരുമ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് മാറും. സ്റ്റെറിക് ഹിൻഡ്രൻസ് മാറുമ്പോൾ അതിന് അടുത്ത ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി അതിന് കൂടും. അപ്പൊ അത് വീണ്ടും അറ്റാച്ച് ചെയ്യുക. അത് വീണ്ടും രണ്ടാമത്തെ ഓക്സിജൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മൂന്നാമത്തെ ഓക്സിജനുള്ള അതിന്റെ അഫിനിറ്റി കൂടും. കാരണം സ്റ്റെറിക് ഹിൻഡ്രൻസ് വീണ്ടും ഒന്നുകൂടി കുറയും. പിന്നെ നാലാമത്തെ അഫിനിറ്റി അത് ഒന്ന് ആഡ് ചെയ്യുന്നത് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് ഇഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കാം. ഈ കോപ്പറേറ്റീവ് ഇഫക്റ്റിനെ ചിലപ്പോൾ ട്രിഗർ മെക്കാനിസം എന്നും പറയാറുണ്ട്. അപ്പോൾ എക്സ്പ്ലനേഷൻ കോപ്പറേറ്റീവ് ഇഫക്റ്റ് ഈസ് കോൾഡ് ട്രിഗർ മെക്കാനിസം. ഈ എക്സ്പ്ലനേഷനെ വിളിക്കുന്ന കോപ്പറേറ്റീവ് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ മെക്കാനിസത്തിനെ വിളിക്കുന്ന പേര് ട്രിഗർ മെക്കാനിസം എന്നാണ്. ട്രിഗർ മെക്കാനിസം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഇഫക്റ്റ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, അതായത് ആ മെക്കാനിസത്തിനെ കുറിച്ച് പറയുന്ന ഇതാണ് ട്രിഗർ മെക്കാനിസം എന്ന് നമ്മൾ പറയുന്നു. ഇങ്ങനെയാണ് കോപ്പറേറ്റീവ് ഇഫക്റ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും റോള് അവിടെ സംഭവിക്കുന്നുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ്. നമ്മൾ വിചാരിക്കും വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് ഹീമോഗ്ലോബിൻ നമ്മൾ ശ്വസിക്കുന്നു, പുറത്തോട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് വിടുന്നു. പക്ഷെ ഇതിൽ നടക്കുന്ന എന്തൊക്കെ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അതിന്റെ കെമിസ്ട്രി വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചസ്. ഇതൊക്കെ ഇങ്ങനെ ആ പ്രകൃതി നേച്ചർ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മെറ്റലാറ്റത്തെ ഹീമോഗ്ലോബിൻ അയൺ ആണ് പെർഫെക്റ്റ് എന്ന് നേച്ചർ സെലക്ട് ചെയ്യുന്നു. കാരണം ഇതാണ് അതിന്റെ കേസ്. വേറെ അയൺ മാറ്റി വേറെ ഏത് മെറ്റൽ വന്നു കഴിഞ്ഞാലും അത് ഓക്സിജന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതാണ് അയണിന്റെ ആ സൈസും അതിന്റെ ആ ഹൈ സ്പിൻ ലോ സ്പിൻ കോംപ്ലക്സ്, ആ ഹീമിന്റെ ക്യാവിറ്റി അയണിന്റെ സൈസ് ആയിട്ട് മാച്ച് ആവും. ഹൈ സ്പിൻ ആണെങ്കിൽ മാച്ച് ആവില്ല. ലോ സ്പിൻ അയൺ FRS ആണെങ്കിൽ അതിന്റെ സൈസ് ഹീമിന്റെ സൈസ് ആയിട്ട് മാച്ച് ആവും. മാച്ച് ആവുമ്പോൾ വൺസ് അത് ഓക്സിജൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫർദർ ഓക്സിജൻ ബൈൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി അത് കൂട്ടുന്നു. എന്തൊക്കെ ഇഫക്റ്റ് അവിടെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതേപോലെ തന്നെ ലങ്സിൽ നിന്ന് അത് ഹീമോഗ്ലോബിൻ ഓക്സിജനെ സ്വീകരിച്ച് മയോഗ്ലോബിനിലോട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും അത്. അപ്പോൾ അത് അവിടെ വരുമ്പോൾ കാരണം അവിടെ പ്രഷർ കുറയ്ക്കുന്നു മയോഗ്ലോബിനിൽ, അതായത് മസിൽ ടിഷ്യൂസിൽ പ്രഷർ കുറയ്ക്കുന്നു. പക്ഷെ അത് മാത്രം പോരാ, ഹീമോഗ്ലോബിൻ മയോഗ്ലോബിനിലോട്ട് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പോൾ pH ഡിപ്പെൻഡൻസി കൂടി നോക്കുന്നു. മസിൽസിൽ pH കുറവാണ്. അപ്പോൾ ആ കേസിൽ ഹീമോഗ്ലോബിന്റെ ടെൻഡൻസി വീണ്ടും കുറയുന്നു. അപ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിനിൽ നിന്ന് മയോഗ്ലോബിനിലോട്ട് കടക്കാനുള്ള ടെൻഡൻസി പ്രോബിലിറ്റി വീണ്ടും കൂടും. എന്തൊക്കെ സിറ്റുവേഷൻസ് അവിടെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന്. ഇതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഇമീഡിയറ്റ്. നമ്മൾ ഒരു 2 മിനിറ്റ് ശ്വാസം പിടിച്ച് ശ്വാസം കിട്ടിയില്ലെങ്കിൽ നമ്മൾ മരിച്ചു. ഇതേപോലെ തന്നെ വളരെ കോംപ്ലക്സ് കേസൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ കാർബൺ മോണോക്സൈഡ് പോയിസൺ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡിന്റെ പോയിസണിങ് ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. കാർബൺ മോണോക്സൈഡ് CO മോളിക്യൂള് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഈ അയണിന്റെ ഹീമോഗ്ലോബിന്റെ 6ാമത്തെ കോർഡിനേഷൻ സൈറ്റ് ആണ്. അപ്പൊ 6ാമത്തെ കോർഡിനേഷൻ സൈറ്റ് ഓക്സിജൻ ബൈൻഡിങ് റിവേഴ്സിബിൾ ആണ്. ഹീമോഗ്ലോബിൻ ഓക്സിജൻ പിടിക്കുന്നു, മയോഗ്ലോബിനിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ തിരിച്ച് ഡിയോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. വീണ്ടും അത് ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഇത് റിവേഴ്സിബിൾ ആണ്. പക്ഷെ വൺസ് കാർബൺ മോണോക്സൈഡ് ആണ് 6ാമത്തെ കോർഡിനേഷൻ സൈറ്റിൽ വന്നിരിക്കുന്നതെങ്കിൽ അത് ഇറിവേഴ്സിബിൾ ആണ്. അയൺ കാർബൺ മോണോക്സൈഡ് ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. ഓർഗാനോമെറ്റാലിക് ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ വൺസ് CO വന്ന് അയണിന്റെ കോർഡിനേഷൻ 6ാമത്തെ കോർഡിനേഷൻ സൈറ്റ് ഫുൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാർബൺ മോണോക്സൈഡ് അവിടെ നിന്ന് പോകില്ല. ഗോ അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യും? കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചു കഴിഞ്ഞാൽ ഈ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിന്റെ 6ാമത്തെ കോർഡിനേഷൻ സൈറ്റ് വന്നാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. പിന്നെ അങ്ങനെ കാർബൺ മോണോക്സൈഡ് അറ്റാച്ച് ചെയ്ത് ഹീമോഗ്ലോബിന് പിന്നെ ഓക്സിജൻ ബൈൻഡ് ചെയ്യാനുള്ള അഫിനിറ്റി ഇല്ല. കാർബൺ മോണോക്സൈഡ് ഈസ് എ മച്ച് സ്ട്രോങ്ങർ അഫിനിറ്റി ടുവേർഡ്സ് ഹീമോഗ്ലോബിൻ. ദാറ്റ് റിയാക്ഷൻ ബിക്കംസ് ഇറിവേഴ്സിബിൾ. അങ്ങനെ ഹീമോഗ്ലോബിൻ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ലാതാവും. അപ്പോൾ person who inhales carbon monoxide will die of suffocation. ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട്. അതായത് അയാളുടെ മുഴുവൻ ഹീമോഗ്ലോബിനും കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. അപ്പോൾ പിന്നെ അയാൾക്ക് ശ്വസിക്കാൻ പറ്റില്ല, ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കില്ല,
that can result in immediate death. അതാണ് കേസ് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ കേസ്. അപ്പോൾ ഈ അയണിന്റെ ബയോകെമിസ്ട്രി ആണ് നമ്മൾ ഈ 3 ക്ലാസ് കൊണ്ട് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബയോകെമിസ്ട്രി ഓഫ് അയൺ എന്ന് പറയുന്ന അയൺ പ്ലേ ചെയ്യുന്ന റോള്, ബോഡിയിൽ അയൺ പ്ലേ ചെയ്യുന്ന റോള് കേസ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 അയൺ പ്രോട്ടീൻസ് ആണ് ഹീമോഗ്ലോബിനും മയോഗ്ലോബിൻ. രണ്ടും ഓക്സിജൻ വേണ്ടിയിട്ടാണ്. ഹീമോഗ്ലോബിൻ ഓക്സിജൻ കാരിയർ ആയിട്ടും ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആയിട്ടും, മയോഗ്ലോബിൻ ഓക്സിജൻ സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കുന്ന കേസാണ്. അപ്പം നമ്മൾ പറഞ്ഞ അതിന്റെ മെക്കാനിസം ഹീമോഗ്ലോബിൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഹീമോഗ്ലോബിൻ മയോഗ്ലോബിന്റെ ഒക്കെ സ്ട്രക്ചർ, അതിന്റെ ഓക്സിജൻ ട്രാൻസ്പോർട്ടിങ് കപ്പാസിറ്റി, അതിന്റെ കെമിസ്ട്രി, അതിന്റെ കൈനറ്റിക്സ്, പിന്നെ കോപ്പറേറ്റ് ഇഫക്റ്റ്, അതിന്റെ ബോർ ഇഫക്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞ കേസാണ്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് കേസാണ്. ഈ ടേംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കപ്പോഴും ചോദിക്കുന്ന ഇതാണ് ഹീമോഗ്ലോബിനും മയോഗ്ലോബിൻ എന്ന് പറയുന്ന കേസ്. ഈ ഭാഗം ഒരിക്കലും വിട്ട് കളയരുത്, ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ ഹീമോഗ്ലോബിൻ മയോഗ്ലോബിൻ എന്ന് പറയുന്ന ആ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ്. ഇനി അടുത്ത ക്ലാസ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വെച്ച് നിർത്താം. ഓക്കെ, താങ്ക് യു.